ഇതുവരെ കിട്ടിയ എല്ലാം പഠിച്ചു. ഇതുവരെ അയച്ചു തന്ന എല്ലാ ക്ലാസ്സും പഠിച്ചു. ഇതുവരെ അയച്ചു തന്ന എല്ലാ ക്ലാസ്സും പഠിച്ചു. ഇതുവരെ തന്ന എല്ലാ ക്ലാസ്സും അതുപോലെ പഠിച്ചു. പഠിച്ചോളൂ. ഇതുവരെ ഞാൻ തന്ന എല്ലാ ക്ലാസ്സും അതുവരെയും പഠിച്ചു. ഇല്ല. കാരണം ഇത് ചില ലിങ്കിനകത്ത് ഏകദേശം 10-30 ക്ലാസ് ഉണ്ട്. ചില ലിങ്കിനകത്ത് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ മുമ്പ് എല്ലോ പറഞ്ഞകത്ത് 32 വീഡിയോ ഇല്ലേ, 32 വീഡിയോ ആവശ്യമില്ലേ, പഠിച്ചത് പഠിച്ചു. ഞാൻ അയച്ചിരുന്ന ചില ലിങ്കിനകത്ത് 32 വീഡിയോ ഉണ്ട് കറക്റ്റായിട്ട്. 1, 2, 3 ആയിട്ട് ഉണ്ട് പഠിച്ചായിരുന്നു. റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. അത് നെർവസ് 5 ക്ലാസ്, നെർവസ് സിസ്റ്റം 5 ക്ലാസ് പഠിച്ചു. പോയി. അത് എൻഡോക്രൈൻ 32 ക്ലാസ് പോയി. പീഡിയാട്രിക് ഫുൾ പഠിച്ചല്ലോ. പഠിച്ചു. എസ് ഓർമ്മ ഇല്ലേ പറയുക. പഠിച്ചു. ഇത് പഠിക്കുമോ? ചോദ്യം അവിടെ നിന്ന് മാത്രം വരും. ചോദ്യങ്ങൾ അവിടെ നിന്ന് ഉറപ്പായിട്ട് വരും. ഞാൻ തരുന്ന ക്ലാസ്സിൽ ചോദ്യം ഉറപ്പായിട്ട് വരും. പഠിക്കുക കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ചെയ്ത് എവിടുന്ന? ലാസ്റ്റ് പഠിച്ച എവിടെയാ? ഇത് ബ്രസ്റ്റ് ചേഞ്ചസ് അല്ലേ? ലാസ്റ്റ് പഠിച്ചത് ബ്രസ്റ്റ് ചേഞ്ചസ് അല്ലേ? ലാസ്റ്റ് പഠിച്ച കാര്യം ബ്രസ്റ്റിൽ ചെയ്തല്ലേ? അല്ലേ? സോ നെക്സ്റ്റ് ഇടുക കാർഡിയോവാസ്കുലർ. ലാസ്റ്റ് പഠിച്ച കാര്യം ബ്രസ്റ്റിൽ വരുന്ന ചേസ് പഠിച്ചില്ലേ? ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഒബിജിക്ക് ബ്രസ്റ്റിൽ വരുന്ന ചേസ് പഠിച്ചു. നെക്സ്റ്റ് ഇടുക കാർഡിയോവാസ്കുലറിനകത്ത് ചേസ് പഠിക്കണം. എല്ലാ ചേസും കറക്റ്റ് ഓർഡർ പഠിപ്പിക്കുകയാണ്. അതുപോലെ പഠിക്കുക. ലാസ്റ്റ് ദിവസം ബ്രസ്റ്റിലുള്ള ചേസ് പഠിച്ചു. ഇന്ന് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം ഈ പറഞ്ഞ കാർഡിയോവാസ്കുലറിലുള്ള ചേഞ്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം വരും. സ്റ്റഡി ചെയ്യാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയത്? വളരെ ഇമ്പോർട്ടന്റ്. കാർഡിയോവാസ്കുലർ വരുന്ന നമ്മൾ ഫിസിയോളജിക്കൽ ചേസിനകത്ത് കാർഡിയോവാസ്കുലറിനകത്ത് ചേസ് എന്തൊക്കെയാ അറിയാമോ? ഫിസിയോളജിക്കൽ ചേസിനകത്ത് കാർഡിയോവാസ്കുലറിനകത്ത് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാ? ഓരോന്നും കൃത്യമായി തന്നെ ചോദ്യം വരും. എന്തൊക്കെയുണ്ട്? കാർഡിയോവാസ്കുലറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്? എന്തൊക്കെയുണ്ട്? ഹാർട്ട് റേറ്റ് കൂടോ? മിക്കവാറും ചോദിക്കാറുണ്ട്. ആണ് ബ്ലഡ് വോളിയം കൂടോ? ഓരോന്ന് പറഞ്ഞേ. കാർഡിയക് ഔട്ട്പുട്ട് കൂടുമോ? ബ്ലഡ് വോളിയം കൂടുമോ? ഹാർട്ട് റേറ്റ് കൂടുമോ? എല്ലാം ചോദ്യമാണ്. കൂടോടെ എന്തൊക്കെയാ കാർഡിയോവാസ്കുലർ ചേഞ്ചസ് വരും. ഫിസിയോളജിക്കൽ ചേഞ്ചിനകത്ത് കാർഡിയോവാസ്കുലർ ചേഞ്ചസ് വരും. ആദ്യം ഒരു ചോദ്യം വരുന്ന ഫസ്റ്റ് ചോദ്യം ഇത് തന്നെയാണ്. ബ്ലഡ് വോളിയം കൂടും അല്ലേ? ഫസ്റ്റ് എക്സാമിൽ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കാർഡിയോവാസ്കുലറിനകത്ത് എപ്പോഴും ബ്ലഡ് വോളിയം ഫസ്റ്റ് ആയിട്ട് കൂടും. എത്ര പെർസെന്റേജ്? 40 മുതൽ 50% വരെ. കാർഡിയോവാസ്കുലറിനകത്ത് 40 മുതൽ 50% ബ്ലഡ് വോളിയം കൂടും. പെർസെന്റേജ് 40 മുതൽ 50% ഫിസിയോളജിക്കൽ ചേഞ്ചിനകത്ത് ബ്ലഡ് വോളിയം, കാർഡിയോവാസ്കുലറിനകത്ത് ബ്ലഡ് വോളിയം 50% വരെ ഏകദേശം കൂടാറുണ്ട്. എത്ര നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എത്രയാ? നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എത്രയാ? ഒരു 5 മുതൽ 6 ലിറ്റർ അല്ലേ? 5 മുതൽ 6 ലിറ്റർ അല്ലേ? നോർമൽ പറഞ്ഞ ഏകദേശം 5 മുതൽ 6 അല്ലേ? നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എത്രയാ? ഏകദേശം ഒരു 5 മുതൽ 6 ലിറ്റർ അല്ലേ? ആണ്, ശരിയാണ്. നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 5 മുതൽ 6 ലിറ്റർ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഡെലിവറി സമയത്ത് എന്ത് ചെയ്യും? ബ്ലഡ് വോളിയം കൂടുമെന്ന് പറയുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് 5 മുതൽ 6 നിന്ന് 6 മുതൽ 8 ലിറ്റർ വരെ ആകും. എന്തുകൊണ്ടാണ്? നോർമൽ നിന്ന് 5 മുതൽ 6 അത് ഡെലിവറി സമയത്തൊക്കെ, അത് പ്രഗ്നൻസി സമയം എന്ത് ചെയ്യും? ഒരു 6 മുതൽ 8 ലിറ്റർ വരെ. കാരണം എന്താ?
6 മുതൽ 8 ലിറ്റർ വരെ ആകും. എന്തുകൊണ്ട് കൂടുതൽ വന്നിട്ടാ? കൂടാൻ കാരണമുണ്ട്. എൻഡോക്രൈൻ നോട്ടിന് കണ്ടായിരുന്നോ? ആൾഡോസ്റ്ററോൺ കണ്ടായിരുന്നോ എവിടെയെങ്കിലും? ഇത് എൻഡോക്രൈൻ വായിച്ചു നോക്കുമ്പോൾ ആൾഡോസ്റ്ററോൺ കണ്ടായിരുന്നോ എവിടെയെങ്കിലും? കണ്ടായിരുന്നോ എവിടെയെങ്കിലും? വായിച്ചു പറഞ്ഞു. ഞാൻ ഓരോന്നും ഓരോ ദിവസവും ഒന്ന് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. കണ്ടായിരിക്കും ആൾഡോസ്റ്ററോൺ. ആൾഡോസ്റ്ററോൺ കണ്ടായിരുന്നോ എവിടെയെങ്കിലും? കണ്ടോ എവിടെയെങ്കിലും? ആൾഡോസ്റ്ററോൺ എന്ന വാക്ക് അഡിൽ കോർട്ടക്സിനകത്തുള്ളതാണോ? കാർഡിയാക് ഔട്ട്പുട്ട് 5 മുതൽ 6 ലിറ്ററിൽ നിന്നും 6 മുതൽ 8 ലിറ്റർ വരെ ആകാൻ കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഓർമ്മ വരണം. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി എഫക്ട് ഓഫ് എന്തുകൊണ്ടാണ് ഇൻക്രീസ്ഡ് ആൾഡോസ്റ്ററോൺ അല്ലേ? അതെവിടെ വരുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? ആണോ? ആൾഡോസ്റ്ററോൺ കൂടാൻ കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആദ്യം എല്ലാവരും ചേരില്ലേ? അത് ഡെലിവറി സമയത്തൊക്കെ പ്രഗ്നൻസി സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എൻലാർജ് ആവില്ലേ? എൻലാർജ് ആവും. അപ്പൊ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഇത് മിനറലോ കോർട്ടിക്കോ എന്നല്ലേ ആൾഡോസ്റ്ററോൺ അല്ലേ? ആൾഡോസ്റ്ററോണിന്റെ അതിൽ വരുന്നില്ലേ ആൾഡോസ്റ്ററോൺ? ആൾഡോസ് എന്ത് ചെയ്യും? ആൾഡോസ്റ്ററോൺ പതിയെ ബ്ലഡ് വോളിയം കൂട്ടും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആദ്യം എൻലാർജ് ആവും. അത് പ്രഗ്നൻസി സമയത്ത് എപ്പോഴും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എൻലാർജ് ആകുകയും മിനറലോ കോർട്ടിക്കോടായ ആൾഡോസ്റ്ററോൺ കൂടുകയും ചെയ്യും. ആൾഡോസ്റ്ററോൺ വരുന്ന എവിടുന്ന? അതിൽ കോർട്ടക്സ് അല്ലേ? ആൾഡോസ്റ്ററോൺ വരുന്ന എവിടുന്ന? എൻഡോക്രൈൻ ബാക്കി പഠിക്കും. ആൾഡോസ്റ്ററോൺ വരുന്ന എവിടുന്ന? അതിൽ കോർട്ടക്സ് അല്ലേ? എൻഡോക്രൈൻ കിട്ടിയല്ലോ എല്ലാവർക്കും. ചോദ്യം വരും. എൻഡോക്രൈൻ കിട്ടിയല്ലോ എല്ലാവർക്കും. കിട്ടിയല്ലോ കുഞ്ഞെ? പഠിച്ചോ എല്ലാരും? എൻഡോക്രൈൻ കിട്ടിയത് പഠിച്ചായിരുന്നു എല്ലാരും? പഠിച്ചോടെ എല്ലാരും? പഠിച്ചോ? പഠിച്ചു. അപ്പൊ ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് ഈ പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? അതാ ചോദ്യം. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? അതാണ് എക്സാമിന്റെ ചോദ്യം. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? പറഞ്ഞേ, ഏത് ഹോർമോണാ? ഏതോ ഒരു ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്. ഏതാ? ആൾഡോസ്റ്ററോൺ. മറക്കരുത്. ആൾഡോസ്റ്ററോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്. ചോദ്യം ഇതായിരുന്നു. കഴിഞ്ഞ എക്സാമിന്റെ ചോദ്യം ഇതായിരുന്നു. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? അതാണ് ചോദ്യം. ഏതാ? ആൾഡോസ്റ്ററോൺ. മറക്കരുത്. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണം? അതാ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് അത് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? ആൾഡോസ്റ്ററോൺ. ക്ലിയർ? പഠിക്കാൻ കാർഡിയോവാസ്ചർ അല്ലേ? ആണോ? ആദ്യം ബ്ലഡ് വോളിയം പറഞ്ഞില്ലേ? ബ്ലഡ് വോളിയം എന്ന് പറയുമ്പോൾ മെയിൻ എന്തായിരിക്കും? പ്ലാസ്മ കേട്ടോ. ബ്ലഡ് വോളിയം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പ്ലാസ്മ കൊടുക്കും കേട്ടോ. പ്ലാസ്മ ഇല്ലേ? പ്ലാസ്മ കൂടും കേട്ടോ. ബ്ലഡ് വോളിയം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പ്ലാസ്മ കൊടുക്കും കേട്ടോ. ഇനി പറഞ്ഞ ബ്ലഡ് വോളിയം കൂടുമ്പോ ഹാർട്ടിന് കൂടും. ബോഡിക്കകത്ത് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുമ്പോ ഹാർട്ടിന് കൂടില്ലേ? കൂടോ? ഹാർട്ട് റേറ്റ് കൂടുമോ? ചോദിക്കട്ടെ. ടുമോറോ എപ്പോഴെങ്കിലും ഇത് റെഗുലർ ക്ലാസ് അല്ലാതെ ഒരു സ്പെഷ്യൽ ക്ലാസ് വേണം. രാവിലെ ഏർലി മോർണിംഗ് അല്ലാതെ വേറെ എപ്പോഴെങ്കിലും ഈവനിങ് സമയത്ത് വേണം. രാവിലെ ഏർലി മോർണിംഗ് വയ്യ. ഈവനിങ് സമയത്ത് 4-5 മണിക്കൂർ വേണം. സമയം നിങ്ങൾക്ക് മാത്രം വേറെ ആൾക്കുണ്ട്. നിങ്ങൾക്ക് മാത്രം 5 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മതിയോ? 5 മണിക്ക് മതിയോ? 5 മണിക്ക് മതിയോ? 5 മണിയോ? 5 to 6 മതിയോ? 5 to 6 മതിയോ? 5 to 7 ഒക്കെയാണുള്ളത്.
ശേഷം രാത്രി 9 മണിക്ക് വേണ്ടി ക്ലാസ് വയ്ക്കുക. പിന്നെ 2 ക്ലാസ് 5 മണി അല്ലേ, 5 മണിക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുക കേട്ടോ. ഇപ്പൊ തീരെ കുറച്ച് പഠിക്കാവുന്നു. ഞാൻ വളരെ ഡീറ്റെയിൽ പഠിപ്പിച്ചതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യം ഇന്ന് പഠിപ്പിക്കാൻ മനസ്സിലാവും. ഇന്ന് പഠിപ്പിക്കാൻ തന്നെ മനസ്സിലാവും. ഓരോ കാര്യം വളരെ ഡീറ്റെയിൽ പറഞ്ഞു തരാം. കാരണം ചോദ്യം വരാറുണ്ട്. കാരണം ഇമ്പോർട്ടന്റ് കാര്യം ആ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തു. ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തായിരുന്നു എല്ലാവരും. 56 അയച്ചത്. 56 അയച്ചായിരുന്നു. 56 കിട്ടിയത്. 56 വരെ 56 കിട്ടിയായിരുന്നു. 56 കിട്ടിയത് ലാസ്റ്റ് കിട്ടിയ ആണോ? 56 ആണോ? എല്ലാം വായിച്ചതല്ലേ? ആൻസർ വായിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചല്ലേ? ഓക്കെ, ഇത് പഠിക്കുന്നിടത്ത് വായിക്കുക കേട്ടതൊക്കെ. ടുമാറോ ഒരു 5 മണിക്ക് ഒരു ക്ലാസ് കേട്ടോ. 5 മണിയാകുമ്പോൾ നിങ്ങൾക്ക് നാളെ വേറെ രാവിലെ ഓക്കെ കഴിഞ്ഞു. 5 മണിക്ക് ക്ലാസ് തരാം. രാത്രി ഇപ്പൊ രാത്രി ക്ലാസ് കേട്ടോ. 5 മണിക്കും രാത്രി ക്ലാസ് കേട്ടോ. നിങ്ങൾ പഠിച്ചവർക്ക് നാളെ 5 മണിക്കും രാത്രിയും തരാം കേട്ടോ. സോ ചോദ്യം വരും, ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? അതാ ചോദ്യം. ഞാൻ പഠിപ്പിച്ചു. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? ഉത്തരം പറഞ്ഞേരെ. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? ഉത്തരം ആൽഡോസ്റ്റിറോൺ. കിട്ടിയല്ലോ. അത് ചോദ്യം ഓർമ്മിക്കരുത്. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? എല്ലാവരും പറഞ്ഞേരെ. എല്ലാം പറഞ്ഞ് ചോദ്യം ചോദിക്കുള്ളൂ. ആൽഡോസ്റ്റിറോൺ. കാരണം ആ പേര് പറയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല. ഏത് ഹോർമോണിന്റെ എഫക്ട് കാരണമാണ് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുന്നത്? ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ ഹോർമോൺ കാരണം പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടാറുണ്ട്. അതൊരു 2-3 എക്സാമിന് സ്ഥിരം സ്പെഷ്യൽ എക്സാംസിനൊക്കെ എപ്പോഴും ചോദ്യമാണ്. വളരെ ടഫ് ആക്കുകയാണെങ്കിൽ ചോദിക്കും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറില്ലേ വളരെ ടഫ് ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല. ഹോർമോൺ കാരണം ബ്ലഡ് വോളിയം കൂടോ? എന്താ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും അല്ലേ? വിചാരിക്കരുത്. ആൽഡോസ്റ്റിറോൺ ഹോർമോൺ കാരണം ബ്ലഡ് വോളിയം കൂടും. അപ്പൊ ബ്ലഡ് വോളിയം കൂടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുമോ? ബ്ലഡ് വോളിയം കൂടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുമോ? കൂടും. എത്രയാ? ഒരു 15 ബീറ്റ്സ് പെർ മിനിറ്റ് കൂടും അല്ലെ? ഹാർട്ട് റേറ്റും കൂടും. നമ്മൾ ബോഡിക്കകത്ത് അത് പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം കൂടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. എത്രയാ? ഒരു 15 ബീറ്റ്സ് പെർ മിനിറ്റോളം ഹാർട്ട് റേറ്റ് കൂടും. ഹാർട്ട് റേറ്റ് കൂടിയാൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂടുമോ? ഹാർട്ട് റേറ്റ് കൂടി കാർഡിയാക് ഔട്ട്പുട്ട് കൂടുമോ? കൂടും. ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ 50% കൂടും അല്ലേ? കാരണം എന്താ? അവിടെ ഒരാൾക്കുള്ള ബ്ലഡാണ് ആവശ്യം. അവിടെ ഒരാൾക്കുള്ളത് ബ്ലഡാണ് ആവശ്യം. അല്ല, 2 പേർക്ക് വേണ്ടേ? ഫസ്റ്റ് ട്രൈമസ്റ്ററിലാകുമ്പോൾ ഒരാൾക്കുള്ള ബ്ലഡാണ് ആവശ്യം. അല്ലല്ലോ 2 പേർക്ക് ബ്ലഡ് വേണ്ടേ? അമ്മയ്ക്ക് കുഞ്ഞിന് ബ്ലഡ് വേണ്ടേ? ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ എന്താണ്? അമ്മയ്ക്ക് കുഞ്ഞിന് ബ്ലഡ് വേണ്ടേ? അപ്പൊ എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടണ്ടേ? വേണ്ടേ? അവിടെ 2 പേർക്ക് ബ്ലഡ് വേണ്ടേ? 2 പേർക്കുള്ള ബ്ലഡ് വേണ്ടേ? സോ 50% ബ്ലഡ് വോളിയം കൂടും. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ 50% എന്താണ് ഇത് ബ്ലഡ് വോളിയം കൂടുകയും കാർഡിയാക് ഔട്ട്പുട്ട് കൂടുകയും ചെയ്യും. ഇനി ബി പി കൂടും. കൂടെ അത് കുറയും. ബി പി കൂടുമോ കുറയും? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആലോചിച്ച് പറയുക. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ബി പി കൂടോ കുറയോ? കുറയല്ലേ? കൂടോ കുറയോ? ആലോചിച്ച് പറയുക. കുറയും അല്ലേ? സ്ലൈറ്റ് ഡിക്രീസ് ഇൻ ബി പി ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലേ? കാരണം എന്താ? കുറയും. കാരണം എന്താ? ഏതോ ഒരു ഹോർമോൺ ഫലമാണോ? ഫസ്റ്റും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ബി പി കുറയും. കാരണം എന്താ? ഏത് ഹോർമോൺ എഫക്ട്? നമ്മൾ പഠിച്ച കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുത്തി പഠിപ്പിച്ച കാര്യമാണ്. ഇത് പ്രൊജസ്ട്രോൺ ആണോ? കഴിഞ്ഞ ദിവസം ഇത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ പഠിപ്പിച്ചതാണ്. ഫസ്റ്റും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ബി പി കുറയും കാരണം ആരാ? പ്രൊജസ്ട്രോൺ അല്ലേ? ഫസ്റ്റും സെക്കൻഡ് ട്രൈമസ്റ്ററിലും മാത്രം ബി പി കുറയാൻ കാരണം പ്രൊജസ്ട്രോണിന്റെ എഫക്റ്റ് ആണ്. പക്ഷെ തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ബി പി കൂടും. ശരിയല്ലേ? തേർഡ് ട്രൈമസ്റ്റർ ആവുമ്പോൾ ഈ ബി പി പതിയെ കൂടുകയും ചെയ്യും. ഫസ്റ്റും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ മാത്രം ബി പി കുറയുകയും തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ പതിയെ കൂടുകയും ചെയ്യും. കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് പഠിക്കാമോ എന്നൊരു ചാപ്റ്റർ എന്നറിയാമോ?
ഇത് കഴിഞ്ഞ് ഈ ഒരു ക്ലാസ്, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ് പഠിക്കുന്ന കാര്യമുണ്ട്, ടോപ്പിക് ഉണ്ട്. എന്താ പറയാ, എന്തായിരിക്കും പേരെന്താ? ഇത് പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ ആണോ? ഹൈപ്പർ ടെൻഷൻ ആണോ? ആണോ? ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് അടുത്ത പഠിക്കുമ്പോൾ എന്തായിരിക്കും? ആയിരിക്കില്ലേ? അവിടെയാണ് നിങ്ങൾ എല്ലാവരും എക്ലാംഷ്യ, പ്രീ എക്ലാംഷ്യ പഠിച്ചിട്ടുണ്ടോ? എക്ലാംഷ്യ, പ്രീ എക്ലാംഷ്യ എല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ് സംബന്ധിക്കും അത് പഠിക്കും. ചോദിക്കട്ടെ, ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററും ബേബി കുറെ കൂടും. ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററും ബേബി കുറെ കൂടും. കുറയും അല്ലേ? കുറയും. ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യും? കൂടും അല്ലേ? തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ പുതിയ കൂടും അല്ലെ? എപ്പോ നോർമൽ ആവും? നോർമൽ എപ്പോഴാവും? 36 വീക്ക് അല്ലേ? 36 വീക്കിൽ BP പ്രഗ്നൻസി മുമ്പ് എത്രയായിരുന്നു? 36ാമത്തെ വീക്ക് എത്തുമ്പോൾ പ്രഗ്നൻസി മുമ്പ് എത്രയാണോ BP ആയിരുന്നത് അത് കൃത്യമായിട്ട് BP അതുപോലെയാകും. 36 വീക്കിൽ BP പ്രഗ്നൻസി മുമ്പായിട്ട് എത്രയായിരുന്നു അതുപോലെ കൃത്യമായി ആകും. ഓർമ്മിക്കേണ്ട കാര്യം, ആദ്യത്തെ 2 ട്രൈമസ്റ്ററിൽ BP ചെറുതായി കുറയും അല്ലെ? ഫസ്റ്റ് 1ഉം 2ഉം ട്രൈമസ്റ്ററിൽ BP കുറയും അല്ലെ? ഫസ്റ്റും സെക്കൻഡും ട്രൈമസ്റ്റർ BP കുറയുകയും, അതുകൊണ്ടല്ലേ ഇത് മസിൽസ് നല്ല ഇത് റിലാക്സ് ആവുന്നത്. ഫസ്റ്റ് 2 ട്രൈമസ്റ്ററിൽ ഈ പറഞ്ഞ BP കുറയുന്നല്ലേ മസിൽസ് നല്ല റിലാക്സ് ആവുന്നത്. ആണോ? ആണോടെ? ആണ്. ആ സമയത്ത് ഏത് ഹോർമോൺ കാരണം? ഏത് ഹോർമോൺ കാരണം? ഇത് പ്രൊജസ്ട്രോൺ അല്ലേ? പ്രൊജസ്ട്രോൺ കാരണമല്ലേ? അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് പ്രൊജസ്ട്രോൺ കാരണം ഫസ്റ്റും സെക്കൻഡ് ട്രൈമസ്റ്റർ നിങ്ങൾ വേറെ എന്തോ അനുഭവിക്കാറുണ്ട്. നോസിയ, വോമിറ്റിംഗ്, മോർണിംഗ് സിക്നസ് ഉണ്ടാവാറുണ്ടോ? മോർണിംഗ് സിക്നസ്, നോസിയ, വോമിറ്റിംഗ് എല്ലാം ഫസ്റ്റും സെക്കൻഡ് ട്രൈമസ്റ്റർ ഉണ്ട്. ക്ലിയർ ആയ കാര്യം? സോറി, മനസ്സിലായല്ലോ. ഇനി ഇത് BP-യുടെ കാര്യമായി. BP ആയി. ഇനി പറഞ്ഞുണ്ടോ? കാർഡിയോ വാസ്കുലർ, ഹാർട്ടിന്റെ സൈസും ഷേപ്പ് മാറാറുണ്ടോ? ഹാർട്ടിന്റെ സൈസും ഷേപ്പും മാറാറുണ്ടോ? പ്രഗ്നൻസി സമയത്ത് ഹാർട്ടിന്റെ സൈസും ഷേപ്പും മാറാറുണ്ടോ? സൈസ് കൂടില്ലേ? ഹാർട്ടിന്റെ സൈസ് കൂടല്ലേ? ഒന്ന് പൊങ്ങാറില്ലേ? ഒന്ന് മുകളിലോട്ട് പൊങ്ങാറില്ലേ? സ്ലൈറ്റ്ലി എലിവേറ്റ് ആവല്ലേ? ഹാർട്ടിന്റെ എന്താണ് സൈസ് സ്ലൈറ്റ്ലി എലിവേറ്റ് ആവല്ലേ? എന്തുകൊണ്ടാ? റീസൺ ഉണ്ട്. എന്താ കാരണം? എന്താ ഇത് ഡയഫ്രത്തിലോട്ട് യൂട്രസ് പൊങ്ങി വരുന്നുണ്ടാണോ? യൂട്രസ് ഡയഫ്രത്തിലോട്ട് പൊങ്ങി വരുന്ന ഹാർട്ട് ഒന്ന് എലിവേറ്റ് ആവുന്നത്. യൂട്രസിന്റെ സൈസ് കൂട്ടുമ്പോൾ, യൂട്രസ് ഒന്ന് പൊങ്ങി വരുമ്പോൾ ഡയഫ്രത്തിന്റെ അവിടെ യൂട്രസ് പൊങ്ങിയ സമയത്ത് ഹാർട്ട് ഒന്ന് എലിവേറ്റ് ആവില്ലേ? ഹാർട്ട് ഒന്ന് എലിവേറ്റ് ആവുകയും കാർഡിയാക് ഔട്ട്പുട്ടും ബ്ലഡ് വോളിയം കൂടില്ലേ? ഡയഫ്രം എലിവേറ്റ് ആവുന്നുണ്ട്. യൂട്രസ് വലുതാകുമ്പോൾ ഡയഫ്രം ഒന്ന് റൈസ് ആവും, ഒന്ന് എലിവേറ്റ് ആവുകൊണ്ട് തന്നെ ഹാർട്ടിന്റെ പൊസിഷൻ ചെറുതായിട്ട് സ്ലൈറ്റ്ലി എലിവേറ്റ് ആവുകയും കാർഡിയാക് ഔട്ട്പുട്ടും ബ്ലഡ് വോളിയവും കൂടുകയും ചെയ്യും. അല്ലെ? യൂട്രസ് വലുതാനുസരിച്ച് ഹാർട്ടിന്റെ സൈസും ചെറുതായിട്ട് മാറും. ഇനി RBC കൂടും. RBC കൂടെ കുറയും. കൂടില്ലേ? RBC കൂടും. എന്തുകൊണ്ടാ? ഇംഗ്ലീഷൻ ഇത് എർത്രോപോയിറ്റിൻ കൂടുമ്പോൾ അതനുസരിച്ച് RBC നമ്പർ കൂടില്ലേ? ഇത് എർത്രോപോയിറ്റിൻ കൂടുന്നതനുസരിച്ച് RBCയുടെ എന്താണ് നമ്പർ കൂടില്ലേ? എർത്രോപോയിറ്റിൻ കൂടുന്നതനുസരിച്ച് RBC നമ്പറും കൂടും. എർത്രോപോയിറ്റിൻ കൂടുന്നതനുസരിച്ച് RBCയുടെ നമ്പറും കൂടും. ഹീമോഗ്ലോബിൻ കൂടില്ലേ? അതും കൂടില്ലേ? ഫിസിയോളജിനകത്ത് ഇപ്പൊ ഹീമോഗ്ലോബിൻ കൂടില്ലേ? അറിയാലോ, ഹീമോഗ്ലോബിൻ കൂടും. ഈ ഓക്സിജൻ കൺസപ്ഷൻ കൂടുമോ? കൂടും. അതും കൂടില്ലേ? ഏകദേശം ഒരു 15 to 20% അല്ലേ? 15-20% ഓക്സിജൻ കൺസപ്ഷൻ കൂടും. ഓക്സിജൻ ഞാൻ പറഞ്ഞപ്പോ
ഇത് ഓക്സിജൻ തെറാപ്പി ഫൗണ്ടേഷൻ അത് പഠിച്ചല്ലോ. ഇത് വെഞ്ചറി മാസ്റ്റർ പഠിച്ചല്ലോ എല്ലാവരും. ഓർമ്മയുണ്ടോ? ഓക്സിജൻ പഠിച്ച ഫൗണ്ടേഷനകത്ത് കിട്ടിയ ക്ലാസ്സിനകത്ത് മാസ്കുകൾ, വെഞ്ചറി മാസ്ക്, മറ്റേ മാസ്ക് പഠിച്ചല്ലോ ഇത്. ഓക്സിജൻ തെറാപ്പി ഫസ്റ്റും സെക്കൻഡ് ക്ലാസ്. ഓക്സിജൻ തെറാപ്പിയുടെ ഫസ്റ്റും സെക്കൻഡ് ക്ലാസ് പഠിച്ചല്ലോ എല്ലാവരും. ആലോചിച്ച് നോക്കി. ഫൗണ്ടേഷനകത്ത് ഓക്സിജൻ തെറാപ്പിയുടെ ഫസ്റ്റും സെക്കൻഡും ക്ലാസ് പഠിച്ചായിരുന്നു. പറഞ്ഞേ. സിംഗിൾ ഫേസ് മാസ്ക്, വെഞ്ചറി മാസ്ക് ഓർമ്മ. ഫ്ലോറേറ്റ് എന്ത് കളറാണ്, എത്ര ലിറ്റർ കൊടുക്കണം, പഠിച്ചല്ലേ, എത്ര ലിറ്റർ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എന്ത് കളറാണ്, എപ്പൊ ഓർമ്മ. എൻഡോക്രൈനിന്റെ റിവിഷൻ കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങോട്ട് കേട്ടോ. ഒരേ സമയം നമ്മൾ ഇതിന്റെ ലൈവ് ക്ലാസ്സും അതിനുശേഷം ഓരോ സിസ്റ്റർ റിവിഷൻ വേണ്ടേ. പക്ഷെ എൻഡോക്രൈനിന്റെ പകുതിയായില്ലേ. പഠിച്ചില്ലേ റിവിഷൻ ക്ലാസ്? റിവിഷൻ ക്ലാസ് പഠിച്ചു. അടുത്ത നേരെ ഓരോ ലൈവ് ക്ലാസ്സിന് കൂടെ തന്നെയും റിവിഷൻ ക്ലാസ് കൂടെ ഉണ്ടായിരിക്കും. സോ ഇത്രയുമാണ് കാർഡിയോ വാസ്കുലർ റിവിഷൻ വേണമല്ലോ. കാരണം റിവിഷൻ പറയുമ്പോൾ അത്യാവശ്യം പറഞ്ഞു അല്ലെ, അത്യാവശ്യം വേണ്ടേ. അതുകൊണ്ട് ഇന്ന് രാവിലെ 6 മണിക്ക് എന്താണ് റിവിഷൻ വയ്ക്കുമ്പോൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ ഇത്രയുമാണ് കാർഡിയോ. നാളെ മോർണിംഗ് ആക്കണോ ഇന്ന് രാത്രിയാക്കണോ നോക്കട്ടെ. ഇത് OBGD ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കട്ടെ. OBGD ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കി റിവിഷൻ ഇന്ന് തന്നെ തരാൻ നോക്കുക കേട്ടോ. നോക്കട്ടെ. OBGD ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം ഇന്ന് തന്നെ റിവിഷൻ തരാൻ വേണ്ടി നോക്കാം. ഓക്കെ, നാളെ ആക്കാനില്ല, നോക്കട്ടെ, ഇന്ന് തന്നെ നോക്കട്ടെ കേട്ടോ. കാരണം ബാക്കിയില്ലേ OBGD അല്ല, എൻഡോക്രൈൻ ബാക്കിയില്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. എൻഡോക്രൈൻ ബാക്കിയില്ലേ? റിവിഷൻ തരാം കേട്ടോ. നോക്കട്ടെ. സോ ഇത് കാർഡിയോ വാസ്കുലർ പഠിച്ചല്ലോ. ഓക്സിജൻ കൺസപ്ഷൻ വരെ 15-20% വരെ കൂടും, കൃത്യമായി കൂടും. പഠിക്കുക. നെക്സ്റ്റ് പഠിക്കാനുള്ള കാര്യം ഫിസിയോളജി, ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് പഠിക്കണം. ഹെമറ്റോളജിക്കൽ എന്ത് വരും? ഓരോന്ന് വ്യക്തമായി പഠിക്കും. ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് എന്ത് വരും? ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് എന്ത് വരും? എന്തൊക്കെ ഉണ്ടായിരുന്നു? കാർഡിയോ പറഞ്ഞ കാർഡിയോ വാസ്കുലർ പറഞ്ഞ ഇത് ബ്ലഡ് വോളിയം 40-50% പറഞ്ഞില്ലേ? കാർഡിയോ വാസ്കുലർ ഇത് ബ്ലഡ് വോളിയം 40-50% പറഞ്ഞില്ലേ? കാർഡിയോ വാസ്കുലർ ഇതിന്റെ ബ്ലഡ് വോളിയം ഒരു 40-50% കൂടുകയും ഹാർട്ട് റേറ്റ് ഒരു 15 beats/minute കൂടുകയും കാർഡിയക് ഔട്ട്പുട്ട് 50% കൂടുകയും ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും BP കുറയുമെന്ന് പറഞ്ഞു. തേർഡ് ട്രൈമസ്റ്ററിൽ BP കൂടുമെന്ന് പറഞ്ഞു. ഹാർട്ടിന്റെ സൈസ് കൂടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ RBCയുടെ നമ്പർ കൂടുമെന്ന് പറഞ്ഞു. ബിക്കോസ് ഓഫ് ദ എറിത്രോപോയറ്റിൻ കാരണം അല്ലെ. ആൻഡ് ഓക്സിജൻ കൺസപ്ഷൻ കൂടുമെന്നാണ് എവിടെ പറഞ്ഞത്? കാർഡിയോവാസ്കുലർ അല്ലേ? ശരിയല്ലേ? ഇത് പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കി. ബ്ലഡ് വോളിയം 40-50% കൂടും. ഹാർട്ട് റേറ്റ് ഒരു 15 beats/minute കൂടും. കാർഡിയക് ഔട്ട്പുട്ട് എന്താണ്? 50% കൂടും. കാരണം അവിടെ രണ്ടുപേരുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും BP കുറയും. തേർഡ് ട്രൈമസ്റ്റർ BP കൂടുകയും ഹാർട്ടിന്റെ സൈസ് കൂടും. പിന്നെ RBC നമ്പർ കൂടും. പിന്നെന്താ? ഓക്സിജൻ കൺസപ്ഷൻ 15-20% വരെ കൂടും. ക്ലിയർ ആയോ? അത്രയും ഫസ്റ്റ് ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് ഇസ് ഹെമറ്റോളജിക്കൽ ചേഞ്ചസ്. ഹെഡിങ് ഇട്ടുള്ള നെക്സ്റ്റ് ഇസ് ഫിസിയോളജി. ഹെമറ്റോളജിക്കൽ ചേഞ്ചസ്. ബ്ലഡിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരും? നമ്മൾ നടത്തുന്ന ബ്ലഡ് വോളിയം ഇപ്പൊ പറഞ്ഞോളൂ. അത് കുറച്ച് സ്പെസിഫിക് ആക്കാം. ഇപ്പൊ കുറച്ചു മുമ്പായിട്ട് ഇത് ബ്ലഡ് വോളിയം ഞാൻ ലാസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഹെമറ്റോളജി പറയുമ്പോൾ അവർ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയാം. പ്ലാസ്മ കൂടുമോ? 50% പ്ലാസ്മ കൂടും. 50% പ്ലാസ്മ കൂടും.
RBC 20 മുതൽ 30% RBC കൂടും അല്ലേ? പ്ലാസ്മ 50% കൂടും. അതുപോലെ തന്നെ RBC എന്ത് ചെയ്യും? 20 മുതൽ 30% വരെ RBC കൂടും. ഇതിന്റെ ബ്ലഡ് വോളിയം കൂടും എന്ന് പറയുമ്പോൾ 50% പ്ലാസ്മ കൂടുകയും RBC എന്ത് ചെയ്യും? 20 മുതൽ 30% വരെ RBC കൂടുകയും ചെയ്യും. ശരിയല്ലേ? ശരിയല്ലേ? അത് WBC അത് WBC കൂടെ കൂടോ 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 ലേബർ സമയത്ത് കൂടോ? കൂടോ? എത്രയാ? ഒരു 15,000 മുതൽ 20,000 വരെയാണോ? ലേബർ സമയത്ത് ഒരു 15,000 വരെ 20,000 വരെയാണോ? ലേബർ സമയത്ത് WBC ഒരു 15,000 മുതൽ 20,000 വരെയാണോ? ആണ്. ലേബർ സമയത്ത് WBC ഒരു 15,000 മുതൽ 20,000 വരെയാണ്. ആൻഡ് പ്ലേറ്റ്ലെറ്റോ അത് കുറെ കൂടും? കുറയും. പ്ലേറ്റ്ലെറ്റ് കുറയില്ലേ? പ്ലേറ്റ്ലെറ്റ് കുറെ കൂടും. പ്ലേറ്റ്ലെറ്റ് കുറെ കൂടും. പ്ലേറ്റ്ലെറ്റ് കുറെ കൂടും. കുറയും. പ്ലേറ്റ്ലെറ്റ് is 1.5 lakh കേട്ടോ. അത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് 1 മുതൽ 1.5 ലക്ഷം വരെ കേട്ടോ. 1.5 ലക്ഷം സെൽസ് പെർ മില്ലിമീറ്റർ ആണോ? ആണോ? എത്ര നോർമൽ എത്രയാ? നോർമൽ എത്ര പ്ലേറ്റ്ലെറ്റ്? നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രയാ? ഒരു 4 to 5 ആണോ? ലാക്സ് ആണോ? നോർമൽ പ്ലേറ്റ്ലെറ്റ് ഒരു 4 to 5 ലാക്സ് ആണോ? ആണോ? 1.5 to 4 to 5 ആണോ? 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 ഒരു 4 to 5 വരാറുണ്ടോ? ഉണ്ടോടെ? പറഞ്ഞേടെ. ഉണ്ടല്ലോ. ഉണ്ട്. ഒരു 4 മുതൽ 5 ലക്ഷം വരെയൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? കുറയില്ലേ? ഇത് പ്ലേറ്റ്ലെറ്റ് കുറയും. 1 തൊട്ട് 1.5 ലക്ഷം വരെ ആകും. ഇനി അത് മാത്രമല്ല, ഇത് കൊയാഗുലേഷന്റെ ഫാക്ടേഴ്സ് കുറെ കൂടും. ഇത് കൊയാഗുലേഷന് വേണ്ടിയുള്ള ഫാക്ടേഴ്സ് കുറെ കൂടും. കൊയാഗുലേഷന് വേണ്ടിയുള്ള ഫാക്ടേഴ്സ് കുറയുമ്പോൾ കൂടും. അത് പ്രഗ്നന്റ് സമയത്ത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടില്ലേ? അതുകൊണ്ടല്ലേ മിക്കവാറും കാര്യങ്ങൾ ഇത് DBT വന്ന് കണ്ടിട്ടുണ്ടോ? പ്രഗ്നന്റ് സമയത്ത് മിക്കവാറും ആർക്കെങ്കിലും ഇത് DBT എക്സാം ചോദിക്കും. സൗണ്ട് കേൾക്കാമോ? പ്രഗ്നന്റ് സമയത്ത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് അത് കൂടുന്നതുകൊണ്ട് എന്ത് വരാം? പ്രഗ്നന്റ് സമയത്ത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ കാലിൽ എന്ത് വരാം? DBT വരാമോ? DBT എന്താ? DBT എന്താ? DBT എന്താ? ഇത് ഡീപ് വെയിൻ ത്രോംബസ് ആണോ? ഡീപ് വെയിൻ ത്രോംബസ് ആണോ DBT? അല്ലേ? ഇവിടെ എന്താണ്? ഇത് ബ്ലഡിനകത്ത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഇല്ലേ? ഇത് ബ്ലഡിനകത്തുള്ള കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ ലെഗിൽ DBT വരാം. പ്രഗ്നന്റ് സമയത്ത് DBT അവിടെ എക്സ്പെഷ്യലി ഒരു എക്സാമിൽ ചോദ്യം ഉണ്ടായിരുന്നു. DBT വരുന്നത് ഏത് കാലിലായിരിക്കും? കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ അത് പ്രഗ്നന്റ് സമയത്ത് DBT വരുന്നത് ഏത് ലെഗിലാണ്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? അത് രണ്ടിലുണ്ടോ? അതോ ഒന്നും വരില്ലേ? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? റൈറ്റിലും ലെഫ്റ്റിലും ഒരുമിച്ച് വരുമോ? അതോ നൺ ഓഫ് ദിസ്? അതാ ചോദ്യം. പ്രഗ്നന്റ് സമയത്ത് DBT വരുമ്പോൾ അതാ ചോദ്യം കേട്ടോ. പ്രഗ്നന്റ് സമയം എന്താണ്? ഈ പറഞ്ഞ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എല്ലാം കൂടുന്നുകൊണ്ട് തന്നെ പ്രഗ്നന്റ് സമയത്ത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എല്ലാം കൂടുന്നത് തന്നെ DBT വരുന്നത് റൈറ്റ് ലെഗിലാണോ ലെഫ്റ്റ് ലെഗിലാണോ? അതോ റൈറ്റിലും ലെഫ്റ്റിലും ഒരുമിച്ചുണ്ടോ? അതോ വരില്ലേ? നൺ ഓഫ് ദിസ്. ചോദിക്കാം. പ്രഗ്നന്റ് സമയത്ത് DBT വരുന്നത് ഏത് ലെഗിലാണ് അഫക്ട് ചെയ്യുന്നത്? ബോത്ത് ആണോ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? നൺ ഓഫ് ദിസ് ആണോ? ബോത്ത് ആണോ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? നൺ ഓഫ് ദിസ് ആണോ?
പ്രഗ്നൻസി സമയത്ത് ദ കോയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ ദ DVT വരാം. അത് റൈറ്റ് ലെഗ് ആണോ ലെഫ്റ്റ് ലെഗ് ആണോ നൺ ഓഫ് ദിസ് ആണോ ഓർ റൈറ്റ് ഓർ ലെഫ്റ്റ് രണ്ടും കൂടെ ആണോ? എഴുതില്ലാരും. പഠിക്കാത്ത ആൾ എഴുതില്ലത്. പഠിക്കാതെ പോകുന്ന ആൾ എഴുതില്ലത്. പഠിക്കാതെ പോകുന്ന ആൾ എഴുതില്ല ഈ ചോദ്യം. കാരണം അവർക്കറിയില്ല. ഏതാടെ ചോദ്യമാണ്. ഞാൻ ആദ്യം ഇത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടുന്നത് പറഞ്ഞു. ആ ഒരു കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടുന്നത് കാരണം തന്നെ ഒരു പ്രശ്നം വരുന്നത് ഇത് DVT വരാം. റൈറ്റ് ലെഗ് ആണോ ലെഫ്റ്റ് ലെഗ് ആണോ, റൈറ്റിലും ലെഫ്റ്റിലും വരുമോ നൺ ഓഫ് ദിസ്. സാർ ചോദിക്കരുത്. ആൻസർ കിട്ടിയ ഒരു മാർക്ക് ഏതാ? ഇത് ബോത്ത് ആണോ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അതോ നൺ ഓഫ് ദിസ് ആണോ? ഇത് ലെഫ്റ്റ് സൈഡിലല്ലേ. DVTയുടെ ചാൻസ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ്. DVT എപ്പോഴും വരാൻ ചാൻസ് എപ്പോഴും ലെഫ്റ്റ് സൈഡാണ്. ഇത് മെയിൻ ആയിട്ട് ഇത് ലെഫ്റ്റ് ലെഗില്ലേ അല്ലേ? ഇത് ലെഫ്റ്റ് ലെഗിൽ എപ്പോഴും DVT വരാം. ഈ പറഞ്ഞ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് കൂടുന്ന കാരണം എപ്പോഴും അത് ലെഫ്റ്റ് സൈഡിലെ എപ്പോഴും ഈ പറഞ്ഞ DVT വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ക്ലിയർ പാലിക്കുക. നോർമലി അത് പ്രഗ്നൻസി സമയത്തില്ലേ, അത് പ്രഗ്നൻസി സമയത്ത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എല്ലാം ഇത് ബ്ലഡിൽ കൂടുകയും അപ്പൊ ഈ പറഞ്ഞ ബ്ലഡിൽ ഇത് കൊയാഗുലേഷൻ ഒക്കെ സാധ്യത കൂടുതലാണോ? അപ്പോൾ ഇത് ബ്ലഡിനകത്ത് ഇത് കൊയാഗുലേഷൻ ഒക്കെ സാധ്യത കൂടുതലാണോ? ആണോ? ആലോചിച്ച് നോക്കി. കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ബ്ലഡിൽ കൂടുമെന്ന് പറയുമ്പോൾ അവിടെ ഇത് ബ്ലഡിന്റെ കൊയാഗുലേഷൻ ഒക്കെ കൂടുതലാണോ? ആണല്ലോ, ശരിയല്ലേ? ആണല്ലേ? ആണോടെ? ആലോചിച്ച് നോക്കുക. ആണോ? യെസ് ആണ്. പക്ഷെ ഇത് വീനസ് സർക്കുലേഷൻ അത് ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ. വീനസ് സർക്കുലേഷൻ അത് ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ ഇത് ലെഫ്റ്റ് ലെഗ് ഇത് DVT വരാൻ കാരണം. വീനസ് സർക്കുലേഷൻ അല്ലെ, വീനസ് സർക്കുലേഷൻ ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ DVT വരാൻ കാരണം. വീനസ് സർക്കുലേഷൻ അത് ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ DVT വരാൻ കാരണം. ചില ആൾക്കാർക്ക് വീനസ് സർക്കുലേഷൻ അത് ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ DVT വരാൻ കാരണം. യെസ്, ക്ലിയർ ആയി. ഇത് കാർഡിയോവാസ്കുലർ ചേഞ്ചസ് കിട്ടിയോ? കാർഡിയോവാസ്കുലർ ചേഞ്ചസ് ക്ലിയർ ആയല്ലോ. കാർഡിയോവാസ്കുലർ ചേഞ്ചസ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇസ് ദ റിയൽ സിസ്റ്റംസ്. നെക്സ്റ്റ് ഇടുക റിയൽ സിസ്റ്റം ചേഞ്ചസ്. പ്രഗ്നൻസി സമയത്ത് റിയൽ സിസ്റ്റം ചേഞ്ച് നിൽക്കുക. പ്രഗ്നൻസി സമയത്ത് റിയൽ സിസ്റ്റം ചേഞ്ച് നിൽക്കുക. എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മൾ നേരത്തെ ഇത് പ്രസന്റ് സൈൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അല്ലേ? കഴിഞ്ഞ ദിവസം ഇത് പോസിറ്റീവ് സൈനും ഇത് പ്രസന്റ് സൈൻ പറഞ്ഞില്ലേ? ഇത് കഴിഞ്ഞ OBG ക്ലാസ്സിനകത്ത് പോസിറ്റീവ് സൈൻ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? അവിടെ ഇത് പ്രസന്റ് സൈനകത്ത് റിയലുമായി ബന്ധപ്പെട്ട് എന്തേ പറഞ്ഞായിരുന്നു? പ്രസന്റ് സൈനകത്ത് റിയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു ഓർമ്മയുണ്ടോ? പ്രസന്റ് സൈനകത്ത് റിയൽ സിസ്റ്റം എന്ന് പറഞ്ഞു. ഇൻക്രീസ് ഫ്രീക്വൻസി ഓഫ് മിക്ചറേഷൻ കൂടും. മിക്ചറേഷൻ ഫ്രീക്വൻസി കൂടുമോ? ഫ്രീക്വൻസി ഓഫ് മിക്ചറേഷൻ കൂടുമോ? ഇത് മിക്ചറല്ല, മിക്ചറേഷൻ എപ്പോഴാണ് കൂടുന്നത്? ഫസ്റ്റ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററും അല്ലേ? അല്ലേ? ഫ്രീക്വൻസി ഓഫ് ദ മിക്ചറേഷൻ കൂടുന്ന എപ്പോഴാണ്? ഫസ്റ്റ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും യൂറിനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കൂടും അല്ലെ? ഫസ്റ്റ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും, ഒന്നാമത്തെ ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും എന്താ യൂറിനേറ്റ് അല്ലെ? യൂറിനേഷൻ ചെയ്യുന്ന ഫ്രീക്വൻസി കൂടും. എന്തുകൊണ്ടാണ് അറിയാമോ കാര്യം? ഈ പറഞ്ഞത് ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ടാണോ? ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ടല്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ടല്ലേ? ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടുന്നില്ലേ? അല്ലേ? ഈ പറഞ്ഞ ഇത് യൂട്രസിനകത്ത് കുഞ്ഞ് ഗ്രോയിങ് സമയത്ത് കുഞ്ഞെന്താണ് ഇത് ഗ്രോയിങ് സമയത്ത് ഇത് ബ്ലാഡറിൽ ഇത് പ്രഷർ കൊടുക്കാറുണ്ടോ? ബ്ലാഡറിന്റെ പ്രഷർ കൊടുക്കാറുണ്ടോ? ഇത് കുഞ്ഞ് ഇത് ഗ്രോയിങ് ആ സമയത്തല്ലേ ഇത് ബ്ലാഡറിൽ പ്രഷർ കൊടുക്കാറുണ്ടോ? കുഞ്ഞ് ഇത് ഗ്രോയിങ് ആ സമയത്ത് ഇത് ബ്ലാഡറിൽ പ്രഷർ കൊടുക്കാറുണ്ടോ? കുഞ്ഞ് ഇത് ഗ്രോയിങ് സമയത്ത്
യൂട്രസിൽ വരുമ്പോൾ ഇത് ബ്ലാഡറിൽ എത്തുമ്പോൾ പ്രഷർ കൊടുക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ബ്ലാഡർ കൂടുതൽ സെൻസിറ്റീവ് അല്ലേ? കുഞ്ഞ് ഇത് ഗ്രോയിങ് ആവുന്ന സമയത്ത് യൂട്രസിന്റെ ബ്ലാഡറിന്റെയും പ്രഷർ കൊടുത്ത് ഈ ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടും. അങ്ങനെയല്ലേ ഈ പറഞ്ഞ മെച്ചുറേഷന്റെ ഫ്രീക്വൻസി കൂടി വരും. ശരിയല്ലേ? മെച്ചുറേഷൻ ഫ്രീക്വൻസി എന്ത് ചെയ്യും? അത് കൂടി വരും. ഇനി ഈ പറഞ്ഞ ഇത് ബ്ലാഡർ കപ്പാസിറ്റി പറഞ്ഞു. ബ്ലാഡർ കപ്പാസിറ്റി എങ്ങനെ ഓർമ്മയുണ്ടോ? കപ്പാസിറ്റി എത്രയാണ്? എത്രയാ? ആളുകൾ പറയും കപ്പാസിറ്റി ബ്ലാഡർ എങ്ങനെയാണ്? അതിന്റെ ഇത് ടോണിസിറ്റി കൂടെ കുറയും. ബ്ലാഡറിന്റെ ടോണിസിറ്റി കൂടെ കുറയും. ബ്ലാഡറിന്റെ ടോണിസിറ്റി കൂടെ കുറയും. ബ്ലാഡറിന്റെ ടോണിസിറ്റി കൂടെ കുറയും. ആലോചിച്ച് പറയുക. ടോണിസിറ്റി കുറെ കൂടും. കുറയും കൂടെ കുറയില്ലേ? കൂടെ കുറയും. ബ്ലാഡർ ടോൺസിൽ കൂടെ കുറയോടെ? കൂടെ കുറയും. തെറ്റിക്കരുത്. അത് പറയുമ്പോൾ ഒരു ഹോർമോൺ പഠിക്കാനുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഓർമ്മയുണ്ട്. ഇത് പ്രൊജസ്ട്രോ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്ന പ്രൊജസ്ട്രോ ഓർമ്മയുണ്ട്? പ്രൊജസ്ട്രോ ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് പ്രൊജസ്ട്രോൺ കൂടുമ്പോഴേ, പ്രൊജസ്ട്രോൺ കൂടുതലാകുമ്പോൾ ബ്ലാഡറുള്ള മസിൽസ് റിലാക്സ് ചെയ്യില്ലേ? പ്രൊജസ്ട്രോൺ കൂടി വരുമ്പോൾ ബ്ലാഡറുള്ള മസിൽസ് റിലാക്സ് ചെയ്യില്ലേ? കൂടെ കുറയും. ടോണിസിറ്റി കൂടെ കുറയും. ആലോചിച്ച് പറയുക. ഇത് പ്രൊജസ്ട്രോൺ കൂടുമ്പോൾ കൂടെ കുറയും. പ്രൊജസ്ട്രോൺ കൂടുമ്പോൾ ടോണിസിറ്റി കൂടുമ്പോൾ കുറയും. എല്ലാം ഉത്തരം പറയണം നിങ്ങൾ. ഞാൻ വെറുതെ പറഞ്ഞു കഴിയില്ല. പ്രൊജസ്ട്രോൺ കൂടിയിരുമ്പോൾ ടോണിസിറ്റി കൂടുമോ കുറയുമോ? ആൻസർ കുറയും. ശരിയാണോ? കുറയും. പറഞ്ഞല്ലേ? കുറയില്ലേ? കുറയും അല്ലെ? കുറയല്ലേ? കുറയില്ലേ? അപ്പൊ ഇത് ബ്ലാഡർ നന്നായിട്ട് റിലാക്സ് ചെയ്യുമ്പോ ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി പോകില്ലേ? ബ്ലാഡർ റിലാക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ ബ്ലാഡറിന്റെ സെൻസിറ്റിവ് പോകില്ലേ? പോകും. അതും ഉറപ്പരുത്. ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടും. ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കുറയും. ഈ പറഞ്ഞ ഫീറ്റസ് യൂട്രസിനകത്ത് ഇത് ഗ്രോ ചെയ്യുമ്പോൾ ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കുറയും. തെറ്റിക്കാതെ പറയുക. ഫീറ്റസ് യൂട്രസിനകത്ത് ഗ്രോ ചെയ്യുന്ന സമയത്ത് ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കുറയും. കൂടില്ലേ? കൂടും. അതിനോടൊപ്പം തന്നെ മിക്സറേഷൻ കൂടില്ലേ? അതിനോടൊപ്പം തന്നെ മിക്സറേഷൻ കൂടും. അത് ടോൺസിറ്റിയും കേൾക്കാത്ത വാക്ക് അതൊക്കെ. ടോൺസിറ്റി എങ്ങനെ കുറെ കൂടും? കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കുറയും. അത് കുറയും. ഇനി റിയൽ ഇത് ത്രിഷോൾഡോ? റിയൽ ത്രിഷോൾഡ് എങ്ങനെയാ? എങ്ങനെയാ? ഇത് ഗ്ലൂക്കോസ് പിടിച്ചെത്തുള്ള കപ്പാസിറ്റി കുറയും. ഗ്ലൂക്കോസ് പിടിച്ചെത്തുള്ള കപ്പാസിറ്റി കൂടെ കുറയും. അതായത് പ്രഗ്നൻസി സമയത്ത് ഗ്ലൂക്കോസ് പിടിച്ചെത്തുള്ള കപ്പാസിറ്റി കൂടെ കുറയും. ആലോചിച്ച് പറയുക. പ്രഗ്നൻസി സമയത്ത് ഗ്ലൂക്കോസ് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കുറയും അല്ലേ? കുറയില്ലേ? അവിടെ ഒരു വാക്കുണ്ട്, എക്സാം ചോദിക്കും. അങ്ങനെ ഇപ്പൊ ഗ്ലൂക്കോസ് പിടിച്ച കപ്പാസിറ്റി കുറയുമ്പോൾ എന്തുണ്ടാവും? ഇത് ഗ്ലൈക്കോസ്യൂറിയാണോ? ആണോ? ഇത് റിയൽ ത്രിഷോൾഡ് കുറയുന്ന കാരണം ഗ്ലൂക്കോസിനെ പിടിച്ച കപ്പാസിറ്റി കുറയുമ്പോൾ എന്തുണ്ടാവും? ഗ്ലൈക്കോസ്യൂറിയ എന്ന വേറെ എവിടെയും കേട്ടോ? ഫെമിലിയർ ആണോ? എവിടെയെങ്കിലും കേട്ടോ? യെസ്, കേട്ടോ? എവിടെയെങ്കിലും വാക്ക് കോമൺ ആണ്. പ്രഗ്നൻസി സമയത്ത് ഗ്ലൈക്കോസ്യൂറിയ വരും. എന്തായിരിക്കും അത്?
യൂറിൻ ഷുഗർ കാണുന്ന അസുഖമാണോ? യൂറിൻ ഷുഗർ കാണുന്നതാണത്. ഇത് ഗ്ലൈക്കോസ്യൂറി എന്ന് പറയുമ്പോൾ ഈ സമയത്ത് റിയൽ ത്രിഷോൾഡ് കുറയുന്ന കാരണം ഗ്ലൂക്കോസിനെ പിടിച്ചത് കപ്പാസിറ്റി കുറയുന്ന കാരണം ഗ്ലൈക്കോസ്യൂറി വരാം. യൂറിൻ ഷുഗർ കാണുന്ന അവസ്ഥയാണോ? യൂറിൻ ഷുഗർ കാണുന്ന അവസ്ഥയാണോ ഗ്ലൈക്കോസ്യൂറി? ആലോചിച്ച് പറയുക, യൂറിനിൽ ഷുഗർ കാണുന്ന അവസ്ഥയാണോ ഗ്ലൈക്കോസ്യൂറി? എസ് അല്ലേ? എസ് അല്ലേ? എസ് അല്ലേ? ആണല്ലേ? എസ് അല്ലേ? എന്താ പഠിക്കുന്നത്? ഏത് സിസ്റ്റർ? ഫിസിയോളജി റിയൽ അല്ലേ? ഇനി ജി എഫ് ആർ ജി എഫ് ആർ കുറെ കൊടുക്കും. ജി എഫ് ആർ കുറേ കൊടുക്കും. ജി എഫ് ആർ കുറെ കൊടുക്കും. കൂടില്ലേ? ഫസ്റ്റ് ഏകദേശം അത് 20 വീക്ക് വരെ 50%. ഫസ്റ്റ് 20 വീക്കില്ലേ, 20 വീക്ക് വരെ 50% ജി എഫ് ആർ കൂടും. ശേഷം 10 നോർമൽ. ആദ്യത്തെ 20 ആഴ്ച വരെ 50% ജി എഫ് ആർ കൂടാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 20 വീക്ക് വരെ 50% ജി എഫ് ആർ കൂടാൻ സാധ്യതയുണ്ട്. ശേഷം 10 തിരിച്ച് നോർമലിലോട്ട് വരും. അപ്പോൾ എന്റെ ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടെ കുറയും. ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടെ കുറയും. കൂടില്ലേ? അല്ലേ? അത് കുറയുന്ന സമയത്ത് ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടില്ലേ? അത് പ്രഷർ എടുക്കുമ്പോൾ കുഞ്ഞിന്റെ പ്രഷർ കാരണം ഈ പറഞ്ഞ ബ്ലാഡറിന്റെ സെൻസിറ്റിവിറ്റി കൂടില്ലേ? കൂടില്ലേ? നേരത്തെ വാക്ക് പറഞ്ഞു, നേരത്തെ ഒരു വേർഡ് പറഞ്ഞു. എന്താ ഇത്? ടോൺസിറ്റി എന്താ? നേരത്തെ വാക്ക് പറഞ്ഞു, ഇതിന്റെ ടോൺസിറ്റി എന്താ? നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ദ ടോൺസിറ്റി എന്താ? ആർക്കും പറയാം. ഇത് മസിൽ ഇത് റിലാക്സ് ചെയ്യാനും ഇത് കൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. മസിൽ അത് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഉള്ള കപ്പാസിറ്റിയാണ് ടോൺസിറ്റി. നേരത്തെ പറഞ്ഞു, മസിൽ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറഞ്ഞ പേരെന്താ? മസിൽ റിലാക്സ് ചെയ്യാനും കൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറഞ്ഞ പേരെന്താ? ടോൺസിറ്റി അല്ലേ? ശരിയല്ലേ? ടോൺസിറ്റി അല്ലേ? അപ്പോ ഇത് പ്രഗ്നൻസി സമയത്ത് ബ്ലാഡറിന്റെ ടോൺസിറ്റി കുറയോ കൂടും? വീണ്ടും ചോദിക്കട്ടെ, അത് പ്രഗ്നൻസി സമയത്ത് ബ്ലാഡറിന്റെ ടോൺസിറ്റി കുറയുമോ കൂടുമോ? ഉത്തരം എക്സാം ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം പറയണം. കുറയും. ടോൺസിറ്റി കുറയും. എന്താ ടോൺസിറ്റി എന്താ? ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ടോൺസിറ്റി അത് കുറയില്ലേ? കുറയും. സോ ദ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 20ാമത്തെ ആഴ്ച ഇത് ജി എഫ് എത്ര പോകും? 50% പ്രഗ്നൻസിയുടെ എന്താണ് ഫസ്റ്റ് ആഴ്ച 20ാമത്തെ ആഴ്ച വരെ ജി എഫ് ആർ 50% പോകും. പിന്നെ നോർമലായിട്ട് ഒഴിച്ചില്ലേ? നോർമലായിട്ട് വരികയും ചെയ്യും. ക്ലിയർ? റിയൽ സൈസ് കിട്ടിയോ? റിയൽ സൈസ് കിട്ടിയോ? ബ്രസ്റ്റ് സൈസ് കുറഞ്ഞു, റിയൽ കുറഞ്ഞു. കിട്ടിയല്ലോ? കിട്ടിയോടെ പറഞ്ഞേ പറഞ്ഞ. ഞാൻ അധികം ഇതിന്റെ റെക്കോർഡ് ആയിരുന്നറിയാം. അധികം റെക്കോർഡ് ആയിരുന്നു കാരണം ഇതിന് ഇടയ്ക്ക് ചില വാക്കുകളില്ലേ, ചില കാര്യം ഒന്നും അന്ന് ഇമ്പോർട്ടന്റ് ഇല്ല. എനിക്ക് ഇതിന്റെ റെക്കോർഡുണ്ട്, എല്ലാ റെക്കോർഡുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അധികം റെക്കോർഡ് പ്രൊമോട്ട് ചെയ്യാത്ത കാര്യം ഇവിടെ കുറച്ച് പുതിയ കാര്യം പഠിക്കാനുണ്ട്. ഇതിന്റെ കുറച്ച് പുതിയ കാര്യം പറഞ്ഞില്ലേ, ഇത് ടോൺസിറ്റി വാക്ക് എക്സാമിൽ ചോദിക്കുമ്പോൾ ആ വാക്ക് അർത്ഥം അറിയിരിക്കില്ലേ? ചില സമയത്ത് ചില ആൾക്കാർ ചില കുട്ടികൾ ടോൺസിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് എന്തെന്ന് പോലും അറിയിരിക്കില്ലേ? അപ്പൊ ആലോചിക്കും ഞാൻ പഠിച്ച ഇംഗ്ലീഷ് പഠിക്കില്ല. ശരിയല്ലേ? അപ്പോ ആലോചിക്കും ഞാൻ പഠിച്ച ഇംഗ്ലീഷ് മീഡിയം. ശരിയല്ലേ? ആ ചില സമയത്ത് ആലോചിക്കും ചില വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതാകുമ്പോൾ ആലോചിക്കും പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നില്ല. എപ്പോഴും കണ്ടുണ്ടത് എപ്പോഴെങ്കിലും ആ ഒരു അനുഭവമുണ്ടോ? ഞാൻ അന്ന് പഠിച്ച ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെങ്കിൽ എനിക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഉണ്ടോ? ആർക്കുണ്ടോ? അറിയുന്നുണ്ടോ? ചില സമയത്ത് തോന്നും ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെങ്കിൽ എനിക്കത് വായിക്കാൻ മനസ്സിലാക്കും. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടികൾ എപ്പോഴും ഞാൻ ഫുള്ള് മലയാളം പഠിപ്പിക്കും. എന്റെ ക്ലാസ് എല്ലാം ഫുള്ള് ഞാൻ മലയാളം പറയാൻ കാര്യം മനസ്സിലായിരുന്നു. ഞാൻ അധികം എന്താണ് ഇംഗ്ലീഷ് സെന്റൻസ് വായിക്കാതെ ഇതിന്റെ നോട്ടൊന്നും ഇംഗ്ലീഷിൽ മാത്രം പറയാതെ ഫുള്ള് മലയാളത്തിൽ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഞാനും പഠിച്ചത് മലയാളം മീഡിയം കേട്ടോ. ഞാനും പഠിച്ചത് മലയാളം മീഡിയം. എനിക്കറിയാം ഒരാൾ എത്ര മാത്രം കഷ്ടപ്പെടുന്നു, ഓരോ കാര്യം എത്ര വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ചില നോട്ട്സ് ഇല്ലേ കണ്ടായിരുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി തന്നല്ലോ. എല്ലാ നോട്ട്സും സിസ്റ്റം വൈസ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രം എഴുതുന്നായിരുന്നു. തന്നോടെ പറഞ്ഞോടെ.
ആദ്യം ഇംഗ്ലീഷ് സെന്റൻസ്, ശേഷം ഇത് മലയാളം. അതായിരുന്നോ? കിട്ടിയായിരുന്നോ? കിട്ടിയല്ലോ. മിക്കവാറും നോട്ട്സ് എല്ലാം ഓരോ സിസ്റ്റം എൻഡോക്രൈൻ ആഴ്ചയിൽ, OBG ആഴ്ചയിൽ, ഇത് പീരിയഡ് ശരി തന്നായിരുന്നോ? കാരണം എനിക്കറിയാം നിങ്ങൾക്ക് എന്താ വായിക്കാനുള്ള ബുദ്ധിമുട്ട് ചില സമയത്ത് വരും. കാരണം ഇന്ന് പഠിച്ചില്ലെങ്കിൽ നാളെ അത് ബുദ്ധിമുട്ടേ തോന്നും. ഇന്ന് പഠിക്കട്ടോ, കൃത്യം പഠിക്കട്ടോ. ശരിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്കിൻ ചേഞ്ച്. ഇത് ബ്രസ്റ്റ് പറഞ്ഞു, റെയിൽ പറഞ്ഞു, കാർഡിയോവാസ്കുലർ പറഞ്ഞു. നെക്സ്റ്റ് സ്കിൻ ചേഞ്ച്. എക്സാം സ്ഥിരം ചോദ്യ സ്ഥലം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കിൻ ചേഞ്ചസ് വളരെ വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിനെക്കാട്ടിലും ബാക്കിയെക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ ചേഞ്ചസ്. സ്കിന്നിൽ ചേഞ്ചസ് വരാൻ കാരണമുള്ള ഹോർമോണിന്റെ പേരെന്താണ്? കഴിഞ്ഞ ദിവസം എൻഡോക്രൈനകത്ത് നമ്മൾ നടത്തിയ സ്ഥലമാണ്. സ്കിൻ ചേഞ്ചസ് വരാൻ കാരണം ഏത് ഹോർമോണാ? ഇത് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റീവ് ഹോർമോണാണോ? MSH ആണോ? സ്കിൻ ചേഞ്ചസ് വരാൻ കാരണം, അത് പ്രഗ്നൻസി സമയത്ത് സ്കിൻ ചേഞ്ചസ് വരാൻ കാരണമുള്ള ഹോർമോൺ ആരാ? മെലാനോസൈറ്റ് ഹോർമോൺ കൂടുന്നുണ്ടല്ലേ? അല്ലേ? അല്ലേ? നേരത്തെ പറഞ്ഞു അത് പ്രഗ്നൻസി സമയത്തല്ലേ? പ്രഗ്നൻസി സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സൈസ് കൂടുകയും മെലാനോസൈറ്റ് ഹോർമോൺ വരാറില്ലേ? അതിലെ സ്കിൻ ചേഞ്ച് ഉണ്ടാക്കുന്നത്. അതല്ലേ സ്കിൻ ചേഞ്ച് ഉണ്ടാക്കുന്നത്. അനുകൊണ്ടറിയില്ലേ സ്കിൻ നല്ല ഗ്ലോ ആയി വരിക? അനുകൊണ്ടറിയില്ല. ഇത് പ്രഗ്നൻസി സമയത്ത് ഇപ്പോൾ ഇല്ലാത്ത ഗ്ലോ അല്ല പോര്. ഉണ്ടോടെ? ഉണ്ടോ? ഇപ്പോ ഇല്ലാത്തത് ഗ്ലോ എല്ലാം അത് പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടോ? യെസ് പറയാൻ നോക്കട്ടെ. ഇപ്പോ ഇല്ലാത്ത ഗ്ലോ അല്ല അത് പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടോ? നീ ഇത് ഉണ്ടായിരുന്നോട്ടെ? അടുത്ത വേറെ ആരാ? അത് അതില്ല ഉണ്ടായിരുന്നോട്ടെ? പറയാം, നിങ്ങൾ വീട്ടിൽ പറയും. നിങ്ങൾ കാണാൻ നല്ല ഗ്ലോ ആണ്, നല്ല നല്ല സുന്ദരിയായിരിക്കും അല്ലേ? ഇപ്പോൾ ഡാർക്കായോ? ഇപ്പൊ ഡാർക്കായോ? ഡാർക്കായോ? കരിക്ക് വേടെ? കരിഞ്ഞു പോയി. അത് ജോലിക്ക് വെയിലത്ത് പോകുന്നുണ്ട് കേട്ടോ. കരിഞ്ഞു പോയല്ലേ? സോ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സൈസ് കൂടും, എന്ത് ചെയ്യും? മെലാനോസൈറ്റ് ഹോർമോൺ റിലീസ് ആവുകയും അത് സ്കിൻ ചേഞ്ചസ് കൂട്ടുകയും ചെയ്യണം. സ്കിൻ ചേഞ്ചസ് കൂട്ടുകയും ചെയ്യണം. സ്കിന്നിൽ ചേഞ്ചസ് ഒരുപാട് കൂടുകയും ചെയ്യും. അവിടെയാണ് നമ്മളുടെ ചോദ്യം വരുന്നത്. സ്കിൻ ചേഞ്ചസിനകത്താണ് എക്സാമിൽ സ്ഥിരം ചോദ്യങ്ങൾ വരുന്നത്. ചോദിക്കും ഫസ്റ്റ് വൺ ഇസ് ദ ലീനിയ ദ നയഗ്ര. എന്തായിരിക്കും ലീനിയ നയഗ്ര? എന്താ കേട്ടോണ്ട് ചോദ്യം? സ്കിൻ ചേഞ്ചസിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യമാണ് ലീനിയ നയഗ്ര. എന്താ അത് അറിയാമായിരിക്കും. അബ്ഡോമന്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് ഒരു വരച്ചതുപോലുള്ള ലൈൻ അറിയാൻ വന്നിട്ടുണ്ടോ? അബ്ഡോമന്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു വര പോലെ വരച്ചതുപോലെ ഒരു ലൈൻ കാണും അല്ലേ? ഒരു വെർട്ടിക്കൽ ലൈൻ അബ്ഡോമന്റെ നടുക്കായിട്ട് വരച്ചതുപോലെ വെർട്ടിക്കൽ ലൈൻ ദ മിഡിൽ ഓഫ് അബ്ഡോമൻ അല്ലേ? അബ്ഡോമന്റെ മിഡിൽ ഭാഗത്തായിട്ട് ഡാർക്ക് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് വരും. അതിനെ പറയുന്ന പേരെന്താ? അബ്ഡോമന്റെ മിഡിൽ ഭാഗത്ത് ഡാർക്ക് ആയിട്ട് വെർട്ടിക്കൽ ലൈൻ കാണും. അതിനെ പറയുന്ന പേരെന്താ? ലീനിയ നയഗ്ര. കിട്ടിയോ? സ്കിൻ ചേഞ്ചസിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യം ഇതാണ്. ഫസ്റ്റ് അത് കാര്യം ഏതാ? അതേ ഹോർമോൺ വരാം. സ്കിൻ ചേഞ്ചസ് വരാൻ കാരണം ഹോർമോൺ ഏതാ? മെലാനോസൈറ്റ് ഹോർമോൺ അല്ലേ? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ അല്ലേ? അത് കാരണം ലീനിയ നയഗ്ര ഫസ്റ്റ് ചോദ്യം ഇതാണ്. അബ്ഡോമന്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ പ്രസന്റ് ആവും. അതിനെ ലീനിയ നയഗ്ര എന്ന് പറയാം. ക്ലിയർ ആയോ? ഫസ്റ്റ് കിട്ടിയോ? ലീനിയ കിട്ടിയോ? അബ്ഡോമൻ നടുക്കായിട്ട് വെർട്ടിക്കലായിട്ട് ഒരു ഡാർക്ക് ലൈൻ കാണും. നെക്സ്റ്റ് കാര്യം സ്കിൻ ചേഞ്ചസിന് അടുത്തത് എന്താ? കൊയാസ്മഗ്ര. അവിടെ അത് പഠിക്കുമ്പോൾ കണ്ണുണ്ടോ? പറയാണെന്നുണ്ടോ? ഞാൻ പോയി കണ്ടോ? പറയാം. കണ്ടോ? പിക്ചറുണ്ടോ? പിക്ചറുണ്ടോ? ലീനിയ നയഗ്ര ഉണ്ടോ? അനുഭവമുണ്ടത്? അനുഭവമുണ്ടോ? ഒന്ന് അനുഭവമുണ്ട്. അതൊക്കെ അതേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ. അത് മാത്രമുണ്ട്. ഉണ്ടോടെ? അതെ സാർ, അത് മാത്രമേ കൃത്യമായിട്ടുള്ളൂ. നെക്സ്റ്റ് കൊയാസ്മഗ്ര. അവിടെ ലീനിയർ ആയിട്ട് കഴിഞ്ഞാൽ അത് ചോദിക്കേണ്ട കൊയാസ്മഗ്ര. അവിടെ എന്താണ്? പ്രഗ്നൻസി മാസ്ക് എന്ന് പറയാറില്ലേ?
കൊയാസ്മ ഗ്രാവിഡത്തിന് പ്രഗ്നൻസി മാസ് പറയാറുണ്ടോ? ഇത് എവിടെ കാണും? അതാ ചോദ്യം. ഇത് എവിടെ കാണും? ഇതൊരു ബ്രൗണിഷ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണോ? ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ബ്രൗണിഷ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും അല്ലേ? ശരിയല്ലേ? ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. എവിടെയാ? ഫോർഹെഡിലും ചീക്കിലും നോസിലും അല്ലേ? അല്ലെ? ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. എവിടെയാ? ഫോർഹെഡിലും ചീക്കിലും നോസിലും. ചീക്കിലും നോസിലും ഫോർഹെഡിലും ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. അതിന് പറയുന്ന പേരെന്താ? ചീക്കിലും ഫോർഹെഡിലും നോസിലുമായിട്ട് ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതിന് പറയുന്ന പേരെന്താ? കൊയാസ്മ ഗ്രാവിഡ അല്ലെങ്കിൽ പ്രഗ്നൻസി മാസ്ക് എന്ന് വിളിക്കാം. ക്ലിയർ 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 ഇവിടെ ചോദ്യം കേട്ടോ. ഫസ്റ്റ് ലീനിയർ നെഗറ്റീവ് പറഞ്ഞു, കൊയാസ്മ ഗ്രാവിഡം പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ദ സ്ട്രയ ഗ്രാവിഡ. സ്ട്രയ ഗ്രാവിഡ എന്താ? സ്ട്രയ ഗ്രാവിഡ എന്താ? സ്ട്രയ ഗ്രാവിഡ എന്താ? സ്ട്രയ ഗ്രാവിഡ ഇറ്റ് ഈസ് അവിടെ എന്ത് കളർ? റെഡിഷ് പർപ്പിൾ ആണോ? റെഡിഷ് പർപ്പിൾ കളർ ആണോ? സ്ട്രെച്ച് മാർക്ക് ആണോ? അവിടെ സ്ട്രെച്ച് മാർക്ക് ആണോ? സ്ട്രയ ഗ്രാവിഡ സ്ട്രെച്ച് മാർക്ക് ആണ്, അതറിയാം. സ്ട്രെച്ച് മാർക്ക് അറിയാം. എന്ത് കളറാ? റെഡിഷ് പർപ്പിൾ കളറുള്ള, റെഡിഷ് പർപ്പിൾ അല്ലേ? പർപ്പിൾ റെഡിഷ് കളറുള്ള സ്ട്രെച്ച് മാർക്സിലെ അബ്ഡോമിലാണ്. അബ്ഡോമൽ മാത്രമാണോ? അബ്ഡോമൽ മാത്രമല്ല, ഇത് തൈസിൽ വരാം, ബ്രസ്റ്റിലും വരാം. ദ റെഡിഷ് പർപ്പിൾ കളറുള്ള സ്ട്രെച്ച് മാർക്ക് അബ്ഡോമൽ വരാം, ദ തൈസിലും വരാം, ആൻഡ് ദ ബ്രസ്റ്റിലും വരാം. ചോദ്യം വരും, ദ റെഡിഷ് പർപ്പിൾ കളറുള്ള സ്ട്രെച്ച് മാർക്കിനെ പറയുന്ന പേരെന്താ? സ്ട്രയ ഗ്രാവിഡ അല്ലേ? എവിടെ വരും മാർക്ക്? എവിടെ വരും? അബ്ഡോമൽ വരാം, തൈല് വരാം, അത് ബ്രസ്റ്റില് മൂന്നിടത്ത് എപ്പോഴും പർപ്പിൾ റെഡിഷ് കളറുള്ള സ്ട്രെച്ച് മാർക്ക് വന്നാൽ സ്ട്രയ ഗ്രാവിഡം എന്ന് വിളിക്കാം. ഇനി ഫോർഹെഡിലും ചീക്കിലും നോസിലുമുള്ള ബ്രൗണിഷ് പിഗ്മെന്റേഷൻ പറഞ്ഞ പേരെന്താ? ഫോർഹെഡിലും ചീക്കിലും നോസിലും വരുന്ന ഈ പറഞ്ഞ ബ്രൗണിഷ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്താ? കൊയാസ്മ ഗ്രാവിഡം അല്ലേ? ശരിയല്ലേ? അപ്പം ഇന്ന് ലീനിയർ നാഗർ കണ്ടു, കൊയാസ്മ ഗ്രാവിഡം കണ്ടു, സ്ട്രയ ഗ്രാവിഡം. ക്ലിയർ ആയോ? ലീനിയർ നാഗർ കണ്ടു, കൊയാസ്മ ഗ്രാവിഡം കണ്ടു, സ്ട്രയ ഗ്രാവിഡം കണ്ടു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ പോലെ തന്നെ നാളെ മിക്കവാറും 5 മണിക്കില്ലേ, 5 PM ചിലപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. 5 PM രാത്രി 9:30 നിങ്ങളുടെ ബാച്ചുകാർക്ക്, 8ാമത്തെ ബാച്ചുകാർക്ക് ക്ലാസ് ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ. മറക്കരുത്. ഓക്കെ, മറക്കില്ല, ഞാൻ മുൻകൂട്ടി പറയാണ്. ചിലപ്പോ 5 മണിക്ക് 5 PM ഓക്കെ, 5 PM രാത്രി 9:30 2 ക്ലാസ് ചിലപ്പോ നാളെ 2 ക്ലാസ് ഉണ്ടാകും. ഉറപ്പായും ഉണ്ടാകണം. 5 മണി 9, 5, 6, 7, 5, 6, 7 ഓക്കെ. 9:30, 10, 4 മണിക്കൂറായില്ലേ? 5, 6, 7, 9:30, 10 കിട്ടേ? പഠിക്കുമായിരിക്കും. പഠിക്കുമോ? ഇനി വേറെ കേസ് ഉണ്ടോ എവിടെയെങ്കിലും? വാസ്കുലർ സ്പൈഡർ നെവി ഇടണമെങ്കിലും വാസ്കുലർ സ്പൈഡർ നെവി സ്പൈഡർ നെവി എവിടെയെങ്കിലും വാസ്കുലർ സ്പൈഡർ നെവി അതും ചേഞ്ച് ആണ്. സ്കില്ല് വരുന്ന അത് പടം ഉണ്ടോ നോക്കട്ടെ. പടം നോക്കുന്നുണ്ടോ? ഉണ്ട് കേട്ടോ, പടം ഉണ്ട്. കാണുന്നുണ്ടോ? വാസ്കുലർ സ്പൈഡർ നെവി കണ്ടുണ്ടായിരിക്കും. എന്ത് ചെയ്യും സംഭവം? അത് അവിടെ ഒരു വാസ്കുലർ സ്പൈഡർ നെവി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രൽ സ്പോട്ട് ഉണ്ടോ? ഒരു സെൻട്രൽ സ്പോട്ട് ഉണ്ട്. ഇത് സംഭവം അവിടെയാ? ഇത് ബ്ലഡ് വെസൽ ആണോ? അത് ചോദിക്കട്ടെ. വാസ്കുലർ സ്പൈഡർ നെവി എന്ന് പറയുമ്പോൾ ഇത് ബ്ലഡ് വെസൽസ് ആണോ? ഫസ്റ്റ് അറിയേണ്ട കാര്യത്താണ്. വാസ്കുലർ സ്പൈഡർ നെവി എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽ ആണോ? ആണ്. വാസ്കുലർ സ്പൈഡർ നെവി എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽ തന്നെയാണ്. പക്ഷേ ഒരു സ്പൈഡർ ലൈക്ക് ബ്ലഡ് വെസൽ കാണുന്നതല്ലേ? ബ്ലഡ് വെസൽ എപ്പോഴും ഒരു സ്പൈഡർ ലൈക്ക് ആണെന്ന് വിളിക്കാം. ബ്ലഡ് വെസൽസ് എപ്പോഴും ഒരു സ്പൈഡർ ലൈക്ക് ഉള്ള സ്ട്രക്ചറിൽ കണ്ടെന്ന് വിളിക്കാം. ബ്ലഡ് വെസൽ എല്ലാം റേഡിയേറ്റ് ചെയ്തുകൊണ്ട് ബ്ലഡ് വെസൽ റേഡിയേറ്റ് ചെയ്തുകൊണ്ട്
ബ്ലഡ് വെസൽസ് റേഡിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പൈഡർ ലൈക്ക് അപ്പിയറൻസ് കണ്ടാൽ എന്ത് വിളിക്കാം? വാസ്കുലർ സ്പൈഡർ നെവി വിളിച്ചൂടെ അല്ലേ? സെൻട്രൽ ഭാഗത്തു നിന്നും ബ്ലഡ് വെസൽ എല്ലാം പതിയെ റേഡിയേറ്റ് ചെയ്ത് എന്താണ് ഒരു സ്പൈഡർ ലൈക്ക് സ്ട്രക്ചർ കണ്ടാൽ എന്ത് വിളിക്കാം? ബ്ലഡ് വെസൽ എല്ലാം സെൻട്രൽ ഭാഗത്തു നിന്ന് റേഡിയേറ്റ് ചെയ്തുകൊണ്ട് സ്പൈഡർ ലൈക്ക് സ്ട്രക്ചർ വന്നാൽ എന്ത് വിളിക്കാം? വാസ്കുലർ സ്പൈഡർ നെവി എന്ന് വിളിക്കാം. വേറെ പേരുണ്ടോ? വേറെ പേരുണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും സ്പൈഡർ ആൻജിയോമ ഉണ്ടോ? സ്പൈഡർ ആൻജിയോമ എവിടെ? സ്പൈഡർ ആൻജിയോമ ഏതെങ്കിലും എക്സാമിനകത്ത് എൻട്രൻസ് എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് എക്സാം ഇല്ലേ? എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന സ്പൈഡർ ആൻജിയോമ. സ്പൈഡർ ആൻജിയോമ കേട്ടുണ്ടോ? സ്പൈഡർ ആൻജിയോമ. സ്പൈഡർ ആൻജിയോമ സ്ഥിരം വാക്ക് കേട്ടോ. സ്പൈഡർ ആൻജിയോമ എന്ന വാക്ക് എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്നതാണ്. സ്പൈഡർ ആൻജിയോമ മറക്കരുത്. വാസ്കുലർ സ്പൈഡർ നെവി എന്ന് ചോദിച്ചാലും സ്പൈഡർ ആൻജിയോമ എല്ലാം പ്രധാനമാണ്. ഇത് എവിടെ കാണുന്നത് പ്രധാനമായിട്ടും? എവിടെയാ? ഇത് നെക്ക് ഭാഗത്തില്ലേ? ഇത് നെക്കിലും ഇത് ചെസ്റ്റിലും ഫേസില്ലേ? ഇത് നെക്കിലും ഇത് ചെസ്റ്റിലും ഫേസിലും ആമിലും കേട്ടോ. എവിടെ? ഇത് നെക്കില്ലേ? ഇത് നെക്ക് ഭാഗത്തും ചെസ്റ്റ് ഭാഗത്തും ഫേസിലും ആമിലും എപ്പോഴും സ്പൈഡർ നെവി ഉണ്ട്. അവിടെ എവിടെയൊക്കെയാണ് ചോദ്യം? എവിടെയൊക്കെയാ? ഇത് നെക്കില്ലേ? ഇത് നെക്ക് ഭാഗത്തും ചെസ്റ്റിലും അത് ഫേസിലും ആമിലും എപ്പോഴും എന്താണ് വാസ്കുലർ നെവി ഫോം ചെയ്യും. അത് പഠിച്ചു. ക്ലിയർ ആയല്ലോ? ക്ലിയർ? ഇത്രയാണ് പഠിച്ചത്. ഇത്രയോടെ പഠിച്ചത്. സ്കിൻ ചേസ് അല്ലേ? സ്കിൻ ചേസ് ആണോ? സ്കിൻ ചേഞ്ചസ് ആണോ? അത് കാർഡിയോ വാസ്കുലർ ചേഞ്ചസ് പഠിച്ചു, സ്കിൻ പഠിച്ചു. ക്ലിയർ ആയല്ലോ? കാർഡിയോ വാസ്കുലർ സ്കിൻ ചേഞ്ചസും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇസ് the reproductive system. Next is reproductive system. Next is reproductive system of chase. Study മുടി. Study ഇതൊക്കെ വരും. റീപ്രൊഡക്റ്റീവ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നോർമൽ വെസൽ കാര്യം, നോർമൽ യൂട്രസിന്റെ പേര് എത്രയാ? നോർമൽ യൂട്രസ് പേര് എത്രയാ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ചേഞ്ചസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിയുന്ന കാര്യം യൂട്രസിന്റെ നോർമൽ വെയിറ്റ് 60 ഗ്രാം അല്ലേ? നോർമൽ 60 അല്ലേ? നോർമൽ 60 ഗ്രാം അല്ലേ? യൂട്രസിന്റെ നോർമൽ വെയിറ്റ് 60 ഗ്രാം അല്ലേ? യൂട്രസിന്റെ നോർമൽ വെയിറ്റ് 60 ഗ്രാം ആണ് അല്ലേ? അത് ചോദ്യമായിരുന്നു. യൂട്രസിന്റെ നോർമൽ വെയിറ്റ് 60 ഗ്രാം ആണ്. പക്ഷെ പ്രഗ്നൻസിയുടെ അത് ടേം എത്രയായിരിക്കും? അത് പ്രഗ്നൻസിയുടെ ടേം എത്രയായിരിക്കും? റീപ്രൊഡക്റ്റീവ് യൂട്രസിന്റെ വെയിറ്റ് നോർമൽ 60 ഗ്രാം ആണെങ്കിലും അത് ടേം ആകുമ്പോൾ എത്രയും 1000 ഗ്രാം ആവില്ലേ? അത് ടേം ആകുമ്പോൾ 1000 ഗ്രാം ആവില്ലേ? നോർമൽ വെയിറ്റ് 60 ഗ്രാം. നോർമൽ പ്രഗ്നന്റ് അല്ലാത്ത നോർമൽ ഒരാളാണെങ്കിൽ 60 ഗ്രാം വെയിറ്റ്, അത് ടേം ആകുമ്പോൾ 1000 ഗ്രാം വെയിറ്റ് മാറില്ലേ? 1000 ഗ്രാം മാറില്ലേ? 1000 ഗ്രാം ആകാൻ വേണ്ടി അവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത ഹോർമോൺ ആരാ? ഈസ്ട്രോജനും ആൻഡ് പ്രൊജസ്ട്രോണിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണോ? 1000 ഗ്രാം ആകാൻ വേണ്ടി അവിടെ ഏത് ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യും? 1000 ഗ്രാം ആകാൻ വേണ്ടി അവിടെ ഏത് ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്ത്? ഈസ്ട്രോജനും ആൻഡ് പ്രൊജസ്ട്രോണോ സഹായിക്കുന്നത്? ആണോ? ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ മറക്കില്ലേ? 1000 ഗ്രാം ആകാൻ വേണ്ടി അവിടെ ഇൻഫ്ലുവൻസ് ഹോർമോൺ ആരാ? ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോൺ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. കിട്ടിയല്ലോ? റീപ്രൊഡക്ഷൻ അത് ഫസ്റ്റ് വന്ന് അന്നത്തെ സിസ്റ്റം ഫസ്റ്റ് ചെയ്ത് എന്തൊക്കെയാ? യൂട്രസിന്റെ വെയിറ്റ് നോർമൽ 60 പക്ഷെ ടേം ആകുമ്പോൾ 1000 മാറും. കാരണം ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ കാരണമാണ്. ഇനി ഇവിടെ റീപ്രൊഡക്ഷൻ അത് വേറെ എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇറഗുലർ കോൺട്രാക്ഷൻ. 16ാമത്തെ വീക്ക് എത്തുമ്പോൾ ഇറഗുലർ കോൺട്രാക്ഷൻ പറഞ്ഞ പേരെന്താ? ഒരു 16ാമത്തെ വീക്കൊക്കെ ആകുമ്പോൾ ഒരു ഇറഗുലർ കോൺട്രാക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. എന്ത് വിളിക്കാം? ബ്രാക്സൺ ഈസ് കോൺട്രാക്ഷൻ ആണോ? ഇറഗുലർ കോൺട്രാക്ഷൻ സിൻസ് 16ാമത്തെ വീക്ക് പറഞ്ഞ പേരെന്താ? 16ാമത്തെ വീക്ക് മുതൽ ഉണ്ടാവുന്ന ഇറഗുലർ കോൺട്രാക്ഷനെ പറഞ്ഞ പേരെന്താ? ബ്രാക്സൺ ഈസ് കോൺട്രാക്ഷൻ. വരില്ലേ?
16ാമത്തെ ഈക്വൽ ഇറഗുലർ ആയിട്ടുള്ള കോൺട്രാക്ഷൻ വരും. പറയുന്നത് എന്താ? ബ്രാക്സൺ ഈസ് കോൺട്രാക്ഷൻ അല്ലേ? ഇറഗുലർ ആയിട്ടുള്ള കോൺട്രാക്ഷൻ ബ്രാക്സൺ ഈസ് കോൺട്രാക്ഷൻ 16ാമത്തെ ആഴ്ച മുതൽ തുടങ്ങും അല്ലെ? 16ാമത്തെ ആഴ്ചയിൽ എപ്പോഴും ബ്രാക്സൺ ഈസ് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ആകുന്നത്. ഇനി സെർവിക്സ് ചെയ്യുന്നുണ്ടോ? സെർവിക്സ് ചെയ്യുന്നുണ്ടോ? ഇത്രയും പറഞ്ഞു. ഇത് ബ്രാക്സൺ വരെ പറഞ്ഞു. 16ാമത്തെ ആഴ്ച നമ്മൾ ഇത് ബ്രാക്സണിക്സ് വരുമെന്ന് പറഞ്ഞു. അത്രയും ക്ലിയർ ആയല്ലോ. 16ാമത്തെ ആഴ്ച ദ ബ്രാക്സണിക്സ് കോൺട്രാക്ഷൻ വരുമെന്ന് പറഞ്ഞു. ഈ സെർവിക്സിന് ചെയ്യുന്നുണ്ടോ? സെർവിക്സ് ചെയ്യുന്നുണ്ടോ? സെർവിക്സ് ചെറുതാവാതെ ചോദ്യം വരും. സെർവിക്സ് ഷോർട്ടനിങ് ആവും. ചോദ്യം വരും. സെർവിക്സ് ഷോർട്ടനിങ് ആവുമോ? അതൊരു ചോദ്യം എക്സാമിന്റെ. സെർവിക്സ് ഷോർട്ടനിങ് ആവുമോ? റീപ്രൊഡക്റ്റീവ് ചേസിനകത്ത് സെർവിക്സ് ഷോർട്ടനിങ് ആകുമോ? സെർവിക്സ് ഷോർട്ട് ആവും. സെർവിക്സ് ഷോർട്ട് ആവും അല്ലെ? സെർവിക്സ് ഷോർട്ട് ആവുകയും മോർ ഇലാസ്റ്റിക് ആവും. ഇലാസ്റ്റിക് ആവും. ഇലാസ്റ്റിക് അവിടെ ഇലാസ്റ്റിക് ആവില്ലേ? സെർവിക്സ് ഷോർട്ട് ആവുകയും ഇലാസ്റ്റിക് ആവുകയും അതിന്റെ ഡയമീറ്റർ കൂടില്ലേ? സെർവിക്സ് ഷോർട്ട് ആവുകയും ഇലാസ്റ്റിക് ആവുകയും അതുപോലെ തന്നെ ഡയമീറ്റർ കൂടുകയും ചെയ്യും. മാത്രമല്ല അവിടെ എന്തോ ഒരു ഫോം ചെയ്യും. ഇന്ന് മ്യൂക്കസ് പ്ലഗ് ഫോം ചെയ്യും. അവിടെ അറിയാം. സെർവിക്സ് ഷോർട്ട് ആവുകയും ലെങ്ത് കുറയും, അതുപോലെ തന്നെ ഡയമീറ്റർ ഷോർട്ട് ആവുകയും ചെയ്യും, ഇലാസ്റ്റിക് ആവുകയും ചെയ്യും. ഒരു തിക്കായിട്ടുള്ള മ്യൂക്കസ് പ്ലഗ് അവിടെ ഫോം ചെയ്യും. ക്ലിയർ? ഇനി അവിടെ വജൈനൽ സെക്രീഷൻ ഉണ്ടോ? വജൈനൽ സെക്രീഷൻ ഉണ്ടോ? അവിടെ തിക്കായിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള സെക്രീഷൻ ഉണ്ടോ? തിക്കായിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള സെക്രീഷൻ വരാറുണ്ടോ? റീപ്രൊഡക്റ്റീവ് ചേഞ്ചിനകത്ത് തിക്കായിട്ടുള്ള വൈറ്റ് കളറുള്ള സെക്രീഷൻ വരാറുണ്ട്. അസിഡിക് ആണോ? അസിഡിക് ആയിട്ടുള്ള തിക്കായിട്ടുള്ള വൈറ്റ് സെക്രീഷൻസ് വജയിൽ നിന്ന് വരാറുണ്ട്. മറക്കരുത്, ചോദ്യങ്ങൾ വരും. അറ്റ് ടൈം സമയത്ത് വരുന്ന 1000. അത് നോൺ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എപ്പോഴാ? 60 ഗ്രാം അല്ലേ? അത് ചോദിക്കും. ഇറഗുലർ കോൺട്രാക്ഷനെ പറയുന്ന പേരെന്താ? ബ്രാക്സണിക്സ് കോൺട്രാക്ഷൻ. സെർവിക്സ് ഷോർട്ട് ആവും, ഇലാസ്റ്റിക് ആവും. എന്താണ് ഡയമീറ്റർ കൂടി പറഞ്ഞില്ലേ? ചോദ്യം കേട്ടോ. നോർമൽ യൂട്രസ് വെയിറ്റ് എത്രയാ? നോർമൽ യൂട്രസ് വെയിറ്റ് 60 ഗ്രാം. അത് ടേം ആകുമ്പോൾ 1000 വരെ ആവും അല്ലേ? നോർമൽ 60 ആണ്. ടേം ആകുമ്പോൾ 1000 വരെ ആവും. ഇറഗുലർ കോൺട്രാക്ഷൻ കാണും. അതിനെ പറയുന്ന പേരെന്താ? ബ്രാക്സണിക്സ് കോൺട്രാക്ഷൻ എന്ന് പറയാം. ശേഷം സെർവിക്സ് ഷോർട്ട് ആകും, ഇലാസ്റ്റിസിറ്റി കൂടും, അതിന് ഡയമീറ്റർ കൂടും, വജൈനൽ സെക്രീഷൻസ് വരും. നല്ല വൈറ്റ് ആയിട്ടുള്ള സെക്രീഷൻ വരും. അത് അസിഡിക് ആകും. ക്ലിയർ? റീപ്രൊഡക്റ്റീവ് ചേഞ്ച് കിട്ടിയോ? സ്കിൻ പഠിച്ചു, കാർഡിയോവാസ്കുലർ പഠിച്ചു, റീപ്രൊഡക്റ്റീവ് കിട്ടിയല്ലോ. സ്കിൻ പഠിച്ചു, കാർഡിയോവാസ്കുലർ പഠിച്ചു, സ്കിന്നും കിട്ടിയല്ലോ. കിട്ടിയോടെ? പറഞ്ഞു കിട്ടിയോ? നെക്സ്റ്റ് ഇസ് വെയിറ്റ് ഗെയിൻ. വെയിറ്റ് ഗെയിൻ പറയുമ്പോൾ ഫണ്ടലൈറ്റ് പഠിച്ചിരുന്നു. ഫണ്ടലൈറ്റ് പഠിച്ചല്ലോ ഓർമ്മയുണ്ടോ? ഫണ്ടലൈറ്റ് പഠിച്ചോ എല്ലാവരും? പഠിച്ചല്ലോ. എത്രാമത്തെ വീക്കിൽ എത്ര വരും? 38ാമത്തെ വീക്കിൽ എത്ര? 36 എത്രയാ? ഓർമ്മയുണ്ടോ? അതുപോലെ ഇത് വെയിറ്റ് ഗെയിൻ പഠിക്കട്ടോ. വെയിറ്റ് ഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ്. കാരണം ഇമ്പോർട്ടന്റ്. എത്രയാ നോർമൽ വെയിറ്റ്? എത്രയാ നോർമൽ വെയിറ്റ് ഗെയിൻ? എത്രയാ ഒരു 11 മുതൽ 13 kg അല്ലേ? നോർമൽ വെയിറ്റ് ഗെയിൻ എത്രയാ? നോർമൽ വെയിറ്റ് ഗെയിൻ 11 മുതൽ 13 kg അല്ലേ? ശരിയല്ലേ? അതുകൊണ്ടോ നോർമൽ വെയിറ്റ് ഗെയിൻ ഏകദേശം ഒരു 11 മുതൽ 13 kg അല്ലേ? നോർമൽ വെയിറ്റ് ഗെയിൻ ഏകദേശം 11 മുതൽ 13 kg ആണ്. അത്രയും കൂടുതലേ. നോർമൽ ആയിട്ട് 11 മുതൽ 13 kg വരെ കൂടും.
അവിടെ ചോദ്യം എക്സ്പ്രസ് ചോദിക്കും ഫസ്റ്റ് ട്രൈമസ്റ്റർ എത്ര കൂടും, സെക്കൻഡ് ട്രൈമസ്റ്റർ എത്ര കൂടും, തേർഡിൽ എത്ര കൂടും. ഇനിയുള്ള എക്സാം അതും ചോദിക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഇതിന് മുമ്പായിട്ടുള്ള എക്സാം എപ്പോഴും നോർമൽ വെയിറ്റ് ഗെയിൻ മാത്രമേ ചോദിച്ചുള്ളൂ, 11 to 13 അതാണ് ചോദ്യം. പക്ഷെ ഇനിയുള്ള എക്സാം ചോദിക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എത്ര വെയിറ്റ് കൂടും. ഫസ്റ്റ് ട്രൈമസ്റ്റർ എത്ര വെയിറ്റ് കൂടും, 1 കിലോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടുന്ന വെയിറ്റ് 1 കിലോ. സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ 5 കിലോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 1 കിലോ കൂടും, സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ 5 കിലോ കൂടും, ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ 5 കിലോ. 5 5 1. ഫസ്റ്റ് ട്രൈമസ്റ്റർ 1 കിലോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ 1 കിലോ, സെക്കൻഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ 5 കിലോ, ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ 5 കിലോ വരെ കൂടും. കിട്ടിയോ? ഇനി പറഞ്ഞത് വെയിറ്റ് ഗെയിനിന് നമുക്ക് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഗെയിന് പ്രധാനമായിട്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാ ഇത് റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ എന്നും ആൻഡ് നെറ്റ് റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ എന്നും 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. വെയിറ്റ് ഗെയിൻ എപ്പോഴും നമുക്ക് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാ? റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ എന്നും ആൻഡ് നെറ്റ് റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ എന്നും 2 നമുക്ക് എപ്പോഴും വെയിറ്റ് ഗെയിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് റീപ്രൊഡക്റ്റീവ് വെയിറ്റ്. എന്താ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ? എന്താ റീപ്രൊഡക്ഷൻ എന്താ അറിയാം? എന്താ വരും? റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വിടുന്ന എന്തൊക്കെ കാര്യം? ഫീറ്റസ് ഉണ്ടോ? ഫീറ്റസ് പ്ലാസിന്റെയൊക്കെ ഉണ്ടോ? റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വെയിറ്റ് കൂട്ടുന്ന ആൾക്കാരാ? അത് പറഞ്ഞു. റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വെയിറ്റ് കൂട്ടുന്ന ആൾക്കാരെ ഫീറ്റസ് ഉണ്ടോ? അവിടെ ഉണ്ടോ? ഫീറ്റസ് ഉണ്ടോ? റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വെയിറ്റ് കൂട്ടാൻ പറ്റിയ ആൾക്കാരെ റീപ്രൊഡക്ഷൻ ഉണ്ടോ? ഫീറ്റസ് പ്ലാസിന്റെ ഉണ്ടോ? ഫീറ്റസും പ്ലാസിന്റെ ഉണ്ടോ? റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വെയിറ്റ് കൂട്ടാൻ പറ്റുന്ന ആൾക്കാരായി ഫീറ്റസും പ്ലാസിന്റെയും ഉണ്ടോ? ഫീറ്റസും പ്ലാസിന്റെയും ഉണ്ടോ? ഉണ്ടോ? അത് മാത്രമാണോ? നോക്കാം. ഫീറ്റസ് എത്ര കൂട്ടും? ഫീറ്റസ് ആണ് ഏകദേശം ഒരു എത്ര കെ ജി വരും? ഒരു ഇത് 3 kg വരില്ലേ? അപ്രോക്സിമേറ്റ്ലി ഒരു 3 kg വരെ. ഫീറ്റസിന് അപ്രോക്സിമേറ്റ്ലി ഒരു 3 kg വരെ വന്നൂടെ? വരാം. ഫീറ്റസിന് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ഒരു 3 kg വരും. അതിന്റെ പ്ലാസന്റെ മാത്രം ഒരു 0.6 kg കേട്ടോ. പ്ലാസന്റെ മാത്രം 0.6 kg വരും. പ്ലാസന്റെ മാത്രമായിട്ട് 0.6 kg വരെ വരും. അതിന് ബാക്കിയുള്ള ലിക്വിഡ് ഒക്കെ ലിക്വിഡ് എത്രയായിരിക്കും? ലിക്വിഡ് എല്ലാം 0.8 kg ഉണ്ട്. ലിക്വിഡ് എല്ലാം കൂടെ ചേർത്തന്നെ 0.8 kg വരും. അത് യൂട്രസ് എത്രയായിരിക്കും വെയിറ്റ്? എത്രയായിരിക്കും യൂട്രസ്? എത്രയായിരിക്കും? 0.9 kg അല്ലേ? യൂട്രസോ 0.9 kg. യൂട്രസ് 0.9 kg. ആൻഡ് ബ്രസ്റ്റോ 0.4 kg. 0.4 എന്ന് പറയുമ്പോൾ ഇത് 400 ഗ്രാം ആണോ? 0.4 kg എന്ന് പറയുമ്പോൾ 400 ഗ്രാം ആണോ? 0.4 kg എന്ന് പറയുമ്പോൾ 400 ഗ്രാം ആണോ? ഇത് ബ്രസ്റ്റിൽ വരെ ചേഞ്ച് 0.4 kg എന്ന് പറയുമ്പോൾ 400 ഗ്രാം ആണോ? ആണോ? അത് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന എന്ത് വെയിറ്റ് ഗെയിൻ ചോദിക്കുന്നത് അല്ല? 400 ഗ്രാം അല്ലേ? 400 gram അല്ലേ? So these are the reproductive weight gain. So the reproductive structural എല്ലാം വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അവിടെ വസ്തു എന്താ 6 kg വരുന്നാര് മൊത്തം കൂടെ ചേർന്ന് 6 kg ആകും. ഈ പറഞ്ഞ എല്ലാം കൂടെ ചേർത്ത് ആലോചിക്ക്. ഫീറ്റസും പ്ലാസന്റെയും ബാക്കിയുള്ള എല്ലാ ലിക്വിഡും ചേർത്ത് യൂട്രസ് ചേർത്ത് ബ്രസ്റ്റ് ചേർത്ത് 6 kg ആണ് ടോട്ടൽ റീപ്രൊഡക്ഷനിൽ വരുന്ന സ്ട്രക്ചറിൽ വരുന്ന വെയിറ്റ് ഗെയിൻ. എത്രയാ? 6 kg. ഈ പറഞ്ഞില്ലേ എല്ലാം കൂടെ ചേർക്കുമ്പോഴേ 6 kg കേട്ടോ. ചോദ്യം കേട്ടോ. ഈ എല്ലാം പറഞ്ഞില്ലേ? ഏതൊക്കെ പറഞ്ഞു? ഫീറ്റസ് പറഞ്ഞു, പ്ലാസന്റ് പറഞ്ഞു, ബാക്കി ലിക്വിഡ് എല്ലാം പറഞ്ഞു, യൂട്രസ് പറഞ്ഞു, ബ്രസ്റ്റ് പറഞ്ഞു. എല്ലാം കൂടെ ചേർക്കുമ്പോൾ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ എത്രയാ? റീപ്രൊഡക്ഷൻ സമയത്തുള്ള വെയിറ്റ് ഗെയിൻ 6 kg. ക്ലിയർ? റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ഇത് മദറിന്റെ ബോഡിയിലുള്ളതാണോ? ഇത് മദറിന്റെ ബോഡിയിൽ വരുന്ന വെയിറ്റ് ഗെയിൻ ആണോ? ആലോചിച്ചോട്ടെ. ഈ ചോദ്യം കേട്ടോ. ഈ പറഞ്ഞ
റീപ്രൊഡക്റ്റീവ് ചേഞ്ച് ചോദിക്കാറുണ്ട് എക്സാമിൽ. റീപ്രൊഡക്റ്റീവ് വെയിറ്റ് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇന്ന് മദറിൽ ചേച്ചല്ലേ, മദറിൽ വരുന്ന വെയിറ്റ് ഗെയിനല്ലേ, മദറിൽ വരുന്ന വെയിറ്റ് ചോദിക്കട്ടോ. എത്രയുണ്ട്, എത്ര ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ടോ? ചോദിതായിരുന്നു കഴിഞ്ഞ എക്സാം ചോദിച്ചായിരുന്നു. അത് പ്രഗ്നൻസി സമയത്ത് അവിടെ എത്ര വെയിറ്റ് കൂടും, ടോട്ടൽ എത്ര വെയിറ്റ് ഗെയിൻ, ടോട്ടൽ ഇൻ ദ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ, ടോട്ടൽ ദ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ. ആ ചോദ്യം വായിക്കുക. ടോട്ടൽ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ. ചോദ്യം വായിക്കരുത്, ചോദ്യം ഇതായിരുന്നു. ടോട്ടൽ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ എത്രയാ? അതാ ചോദ്യം. ടോട്ടൽ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ എത്രയാ? 6 kg. മൊത്തം അല്ല, റീപ്രൊഡക്റ്റീവ് എത്രയാ? 6 kg. 6 അല്ലേ? പറഞ്ഞ 6 അല്ലേ? ഇനി നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് ഇസ് ദ നെറ്റ് ദ മെറ്റേണൽ വെയിറ്റ് എത്രയാ? എത്രയായിരിക്കും? നെക്സ്റ്റ് ഇസ് ദ നെറ്റ് ആയിട്ടുള്ള മെറ്റൽ വെയിറ്റ് എത്രയായിരിക്കും? ആദ്യം ഇത് ബ്ലഡ് വോളിയം കൂടില്ലേ, ബ്ലഡ് വോളിയം കൂടില്ലേ? ആദ്യമായിട്ട് നെറ്റ് മെറ്റൽ വെയിറ്റിനകത്ത് ബ്ലഡ് വോളിയം കൂടും. എത്ര കൂടും? ഒരു എത്ര ഇരിക്കും? 1.3 kg ആണോ? 1.3 kg ആണോ? 1.3 kg ഇത് ബ്ലഡ് വോളിയം കൂടില്ലേ? ഇത് മെറ്റൽ വെയിറ്റിനകത്ത് 1.3 kg ഉള്ള ബ്ലഡ് വോളിയം കൂടും. മാത്രമല്ല എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഇല്ലേ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ഒരു 1.2 kg എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സും കൂടും. അത് മാത്രമല്ല ഫാറ്റ് എപ്പോഴും കൂടാറുണ്ടോ? ഫാറ്റും പ്രോട്ടീനും കണ്ടുണ്ടല്ലോ. അത് പ്രഗ്നൻസി സമയത്ത് വണ്ണം വെക്കാറുണ്ട്, അറിയാമല്ലോ. അത് പ്രഗ്നൻസി സമയത്ത് അറിയാമോ? അതുകൊണ്ടോ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് കൂടാറില്ലേ? ഫാറ്റും പ്രോട്ടീനേഴ്സും 3.5 kg കൂടും. ടോട്ടലായിട്ട് മെറ്റൽ വെയിറ്റ് എത്രയാ? ടോട്ടലായിട്ട് മെറ്റൽ വെയിറ്റ് എത്രയാ? 6 kg ആണോ? ആള് കൂട്ടി വെക്കേ. 1.3 1.2 3.5 കൂട്ടി വെക്കേ. 6 kg ഉണ്ടോ? 6 kg ഉണ്ടോ? ദ നെറ്റ് മെറ്റൽ വെയിറ്റ് എത്രയാ? ദ നെറ്റ് മെറ്റൽ വെയിറ്റ് ഗെയിൻ എത്രയാ? ഇതാണ് ചോദ്യം. ദ നെറ്റ് മെറ്റൽ വെയിറ്റ് ഗെയിൻ എത്രയാ? ആൻസർ 1.3 1.2 3.5 കൂട്ടിയാൽ 6 kg അല്ലേ? 6 kg അല്ലേ? 6 kg അല്ലേ? ചോദ്യം വരും. ഇത് റീപ്രൊഡക്റ്റീവ് വെയിറ്റ് എത്രയാ? റീപ്രൊഡക്റ്റീവ് വെയിറ്റ് പറഞ്ഞേ. മഴ, നല്ല മഴ പറഞ്ഞു. എത്രയാണ് ടോട്ടൽ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് എത്രയാ? ടോട്ടൽ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് എത്രയാ? ടോട്ടൽ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് എത്രയാ? ടോട്ടൽ റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ 6 kg. ആൻഡ് ദ നെറ്റ് മെറ്റൽ വെയിറ്റ് ഗെയിൻ 6 kg ആണോ? ദ നെറ്റ് മെറ്റൽ വെയിറ്റ് 6 kg. ക്ലിയർ? വെയിറ്റ് കിട്ടിയോ? ഫസ്റ്റ് ട്രൈമസ്റ്ററിലാകുമ്പോൾ 1 kg കൂടും. നോർമൽ കൂടുന്ന വെയിറ്റ് 11 മുതൽ 13 ആണെന്ന് പറഞ്ഞു. ആ റീസൺ മനസ്സിലായി. അവിടെ 11 മുതൽ 13 kg കൂടുതൽ റീസൺ മനസ്സിലായി. ആ 2 കാര്യം മനസ്സിലാവും. 11 മുതൽ 13 kg ആകാനുള്ള റീസൺ മനസ്സിലാവും. 11 മുതൽ 13 ആകാനുള്ള റീസൺ മനസ്സിലാക്കും. 11 മുതൽ 13 kg ആവാനുള്ള റീസൺ മനസ്സിലായോ? 6 മാറും പഠിച്ചോ? 6 പഠിച്ചോ? നോർമൽ വെയിറ്റ് ഗെയിൻ ഒരു 11-നും 13-നും ഇടയിലും കാരണം മനസ്സിലായോ? നോർമൽ വെയിറ്റ് ഗെയിൻ 11-നും 13-നും ഇടയിലാവാനുള്ള റീസൺ മനസ്സിലായോ?
യെസ് ഓർ നോ? നോർമൽ വെയിറ്റ് ഗെയിൻ 11നും 13നും ഇടയിലായി വരാനുള്ള റീസൺ മനസ്സിലായോ? അറിയാമായിരുന്ന കാര്യം, അറിയാമായിരുന്ന കാര്യം. എന്തൊക്കെ പഠിച്ചത്? ഇത് റീപ്രൊഡക്റ്റീവ് വെയിറ്റ് ഗെയിൻ പഠിച്ചു, അത് നെറ്റ് മെറ്റീരിയൽ വെയിറ്റ് ഗെയിൻ പഠിച്ചവർ മനസ്സിലാക്കി കാണും. 11നും 13നും വെയിറ്റ് ഗെയിൻ പറയാനുള്ള റീസൺ അതായിരുന്നു. ക്ലിയർ? ഇനി OBGയുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം എന്തായിരിക്കും അറിയാമോ? OBGയുടെ അടുത്ത ക്ലാസ് പഠിക്കുന്നത് ഇത് ഹൈപ്പർ ടെൻസീവ് പ്രഗ്നൻസി, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ അല്ലേ? OBGയുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആണ്. നമുക്ക് ഇതിന് 6 മണിക്ക് രാവിലെ പഠിച്ച 6 മണിക്ക് ഇത് റിവിഷൻ പഠിച്ചില്ലേ? എൻഡോക്രൈൻ പഠിച്ചില്ലേ? 6 മണിക്ക് പഠിച്ച എൻഡോക്രൈന്റെ റിവിഷന്റെ ബാക്കി 1/2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എൻഡോക്രൈൻ റിവിഷൻ ക്ലാസ് വീണ്ടും ബാക്കി. ഓർമ്മയുണ്ടോ? ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്തത്? എൻഡോക്രൈൻ റിവിഷൻ ക്ലാസ്, എൻഡോക്രൈൻ റിവിഷൻ എവിടെ സ്റ്റോപ്പ് ലാസ്റ്റ്? ആലോചിച്ച് പറയുക. എൻഡോക്രൈൻ റിവിഷൻ അവസ്ഥ എവിടെ സ്റ്റോപ്പ് ചെയ്തത്? എൻഡോക്രൈന്റെ റിവിഷൻ ക്ലാസ് ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്തത്? തൈറോയ്ഡ് കുറഞ്ഞോ? എന്താ പേര് കുറഞ്ഞോ? തൈറോയ്ഡ് അല്ലേ? അല്ലേ? ബാക്കി 10 മണി സ്റ്റാർട്ട് ചെയ്ത അടുത്ത് റിവിഷൻ. റിവിഷൻ വേണോ? റിവിഷൻ വേണോ? ഒരേ സമയം തിയറി റിവിഷൻ വേണോ? സോ നമുക്ക് രാത്രി 10 മണിക്ക് എൻഡോക്രൈൻ റിവിഷൻ ബാക്കി പഠിക്കാം കേട്ടോ. നമുക്ക് തിരിക്കാം, ഇരുന്നില്ലേ? റിവിഷൻ തീർക്കാം. പഠിച്ച കാര്യമാണ്, റെക്കോർഡ് ഉണ്ട്, എല്ലാം പഠിച്ച കാര്യം ഞാൻ വീണ്ടും റിവിഷനായിട്ട് പറഞ്ഞു തരും കേട്ടോ. എന്റെ കൂടെ ഇരുന്ന് പഠിക്കട്ടോ, കൂടെ ഇരുന്ന് പഠിച്ച് പാസ് കേട്ടോ. ഞാൻ വരാം. 1/2 മണിക്കൂർ ഗ്യാപ്പ്, 1/2 മണിക്കൂർ ബ്രേക്ക്. 9:30 10 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും നേരെ റിവിഷനായിട്ട് പോകും. അവിടെ എൻഡോക്രൈൻ റിവിഷൻ. അത് എൻഡോക്രൈൻ കഴിഞ്ഞ സെറ്റ് അറിയാമോ? എൻഡോക്രൈൻ കഴിഞ്ഞ് ഇത് നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ കഴിഞ്ഞ് നെർവസ് സിസ്റ്റം, അത് കഴിഞ്ഞ് സൈക്കാട്രി. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് 10 മണി ആട്ടോ. ഫുഡ് കഴിച്ച് 10 മണിക്ക് നെക്സ്റ്റ് ക്ലാസ്. OBG അടുത്ത ക്ലാസ്